الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا أردنا أن نهلك قرية أمرنا مترفيها ففسقوا فيها فحق عليها القول فدمرناها تدميرا وكم أهلكنا من القرون من بعد نوح وكفى بربك بذنوب عباده خبيرا بصيرا صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين ألم تر أن الله أظهر دينه على كل دين قبل ذلك حائدي وأمكانه من أهل مكة بعدما تداعوا إلى أمر من الغي فاسدين غداة أجال الخيل في عرصاتها مسومة بين الزبير وخالد فأمسى رسول الله قد عز نصره وأمسى عداه من قتيل وشارد صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية ബഹുമാനമുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിവരിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനുമുള്ള ശേഷി എന്നത്. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന നല്ല സന്ദർഭങ്ങളൊക്കെ ആഖിറത്തിലേക്കുള്ള വലിയ മുതൽക്കൂട്ടായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സിനെ വീക്ഷിക്കുന്ന, ശബ്ദം ശ്രവിക്കുന്ന, പറയുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന, കേൾക്കുന്ന, ദുആ കൊണ്ട് അറിയിച്ച, സംഭാവനകൾ നൽകിയ മുഴുവൻ ആളുകളുടെയും സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ദുആ കൊണ്ട് നമ്മോട് അറിയിച്ച സർവരെയും സർവവിധ ആപത്തും മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവിൻ്റെ വഴി
പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഓരോ സൂറത്തിലും. ഇന്ന് ഓതി വെച്ച 16-17 സൂക്തങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക് വരുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ഉദാഹരണം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യരെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് എത്തിക്കാനും കൊണ്ടുപോകാനും അവൻ ഒരുപാട് മുർസലുകളെ പറഞ്ഞയച്ചു. ആ മുർസലുകൾ വന്ന് പ്രബോധനം ചെയ്ത് പഠിപ്പിച്ചതുകൊണ്ട് ആ വഴി എല്ലാവർക്കും സുവ്യക്തമായതുകൊണ്ടും അതിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾക്ക് ഇനി യാതൊരു പഴുതും ഇല്ല, ഒരു കാരണവും പറയാൻ കഴിയുകയില്ല. കാരണം ഇത് സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്ന, മനുഷ്യന് റിസ്ക് നൽകുന്ന, സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹുവിൻ്റെ റൂട്ടാണ്, വഴിയാണ്. ആ വഴിക്ക് നീങ്ങി അള്ളാഹുവിനെ അനുസരിക്കുകയും അവന് ആരാധന നടത്തുകയും ചെയ്യുന്നതിന് പകരം അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് മനുഷ്യൻ എതിര് പ്രവർത്തിക്കുകയും അതുവഴി അള്ളാഹുവിൻ്റെ കോപവും ശിക്ഷയും ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. ഓരോ ദിവസവും റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളെ, വിവിധ തരം അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യൻ അള്ളാഹുവിന് എതിര് ചെയ്യുക എന്നത് ഒരിക്കലും നന്മ ചെയ്യുന്ന ഒരാൾക്കും യോജിച്ച കാര്യം അല്ല. രാത്രിയിലും പകലിലും ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ നിഷേധിക്കുകയാണ് അവനോട് എതിര് ചെയ്യുന്ന വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമ്മൾ നിബന്ധനകൾ വെച്ചു കൊടുത്താൽ, ഒരു റൂട്ട് വരച്ച് നമ്മുടെ മക്കൾക്ക് ടൈം ടേബിൾ നൽകിയാൽ, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികൾക്ക്, ജീവനക്കാർക്ക്, ആർക്കാണെങ്കിലും ആരെങ്കിലും അതിൽ നിന്ന് പുറം ചാടുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും പറയും, എന്റെ ശമ്പളം പറ്റുന്ന ആള്, എന്റെ ഭക്ഷണം കഴിക്കുന്ന ആള് ഞാൻ പറയുന്നത് കേൾക്കണം. ചുരുങ്ങിയ നിയമങ്ങൾ വെക്കുന്ന മാതാപിതാക്കൾ മക്കളോടത് പറയും. പറയുന്നതിന് തെറ്റൊന്നുമില്ല. തൊഴിലാളികളോട് മുതലാളി പറയും, ജീവനക്കാരോട് നേതൃത്വം നൽകുന്ന നേതാവ് പറയും. ഒരു പിടി ഭക്ഷണത്തിന്റെ വില പറഞ്ഞ് നിബന്ധനകളിൽ നിന്നൊരിക്കലും തെറ്റാൻ സമ്മതിക്കൂല. എന്നാൽ റബ്ബ് തആല മനുഷ്യന് പെട്ടെന്ന് കൽപ്പനകളും നിരോധനകളും നൽകി പെട്ടെന്ന് മനുഷ്യനെ അവന്റെ കീർത്തനകൾക്ക് അള്ളാഹു അടിമയാക്കിയിട്ടില്ല. അനുയോജ്യമായ ഒരു സന്ദർഭം അതിന് അള്ളാഹു വെച്ചു. ഓരോ മനുഷ്യന്റെയും കഴിവും യോഗ്യതയും ഒക്കെ ഉണ്ടായി വരുന്ന ഒരു സമയം, അള്ളാഹുവിന്റെ ശാസനകളെ ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രായപൂർത്തി തികഞ്ഞ ഒരാളായി ആണും പെണ്ണും മാറുമ്പോൾ, വയസ്സടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഒരു 15 വയസ്സ് വരെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ സുഖിച്ച് ആളുകൾ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളൊന്നും രേഖപ്പെടുത്തപ്പെടുകയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുട്ടിക്കാലത്ത് ചെയ്യുന്ന നന്മകളൊക്കെ രേഖപ്പെടുത്തപ്പെടും. കുട്ടികൾ ചെയ്യുന്ന വുളു, നിസ്കാരം, ഖുർആനോത്ത്, ദിക്ർ, സ്വലാത്ത്,
അതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഉമ്മയെ സഹായിക്കുന്നത്, ഉപ്പയെ സഹായിക്കുന്നത്, നല്ല സദസ്സുകളിലെത്തുന്നത്, അങ്ങനെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക്, പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്ക് അവരെ നന്മകൾ എഴുതപ്പെടും. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറഞ്ഞു, കുട്ടികളിൽ കുട്ടിക്കാലത്ത് നന്മകൾ വളർത്തിയെടുത്താൽ പ്രായപൂർത്തിക്ക് ശേഷം അവർക്കത് പതിവാക്കാൻ എളുപ്പമാണ്. കാരണം ചെറുപ്പത്തിൽ അങ്ങനെ ശീലിച്ചു എന്നതിനപ്പുറം അല്ലാഹു തആല രേഖപ്പെടുത്തിയ ഈ നന്മകൾ അവർക്ക് വലിയൊരു പ്രചോദനമാണ്. 15-ാം വയസ്സ് വരെ നമുക്ക് കീർത്തനകളൊന്നും തരാതെ അത്രയും സമയങ്ങളൊക്കെ അല്ലാഹു തആല നിർദ്ദേശിച്ച മാർഗങ്ങൾ ശ്രദ്ധിച്ച് പാടി പഠിക്കുന്നതിന് വേണ്ടി അല്ലാഹു നമുക്ക് സാവകാശം തന്നു. 15 വയസ്സ് തികയുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നിർബന്ധമായി തീരുകയാണ്. അതിനു മുമ്പ് ഘട്ടം ഘട്ടമായി നമ്മളെ അള്ളാഹുവിന്റെ കീർത്തനകൾ ഏറ്റെടുക്കുന്നതിലേക്ക് പരിപാലിച്ചു വളർത്താൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നു. അതിലൊന്നാണ് മുറു ഔലാദകും ബിസ്സലാ ലിസബ്ഇൻ വദ്രിബൂഹും അലൈഹാ ലിഅശ്രിൻ. സന്താനങ്ങളോട് നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുക 7 വയസ്സായ സമയത്ത്. തമ്മീസായി കഴിഞ്ഞ് കുട്ടികൾ അതിനൊക്കെ ചെറിയൊരു പക്വത നേടുന്ന സമയം. നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് ഓതാനൊക്കെ കുട്ടികൾക്ക് എളുപ്പം കഴിയുന്ന ചെറിയ വയസ്സ് നമ്മൾ കാണാറുണ്ടല്ലോ. ചെറിയ വയസ്സിൽ കുട്ടികൾ നന്നായി ഓതും. മുമ്പത്തെ പോലെ ഒന്നല്ല. കഴിഞ്ഞ വർഷവും മുമ്പത്തെ വർഷമൊക്കെ നമ്മുടെ അൽഖമറിന്റെ സദസ്സുകളിൽ ചെറിയ കുട്ടികൾ 4 വയസ്സ് 5 വയസ്സായ കുട്ടികളൊക്കെ വന്ന് മനോഹരമായ രീതിയിൽ ഖുർആനിലെ അധ്യായങ്ങൾ ഓതുന്നത് നല്ല ഒരു സന്തോഷത്തിന്റെ കാഴ്ചയാണ്. കുട്ടികൾക്ക് വശ്യമായ ശൈലിയിൽ ഓതിക്കൊടുത്താൽ പെട്ടെന്ന് പഠിക്കുന്ന വിഷയമാണ് പരിശുദ്ധ ഖുർആൻ. കേട്ടുപഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ വീട്ടിലൊക്കെ. ബാപ്പ ഓതുന്നത്, ഉമ്മ ഓതുന്നത്, സഹോദരീ സഹോദരങ്ങൾ, മറ്റു കുടുംബക്കാർ ഓതുന്നത് കുട്ടി കാതോർക്കും. ചെറിയ അക്ഷരങ്ങളൊക്കെ ഒന്ന് ക്ലിയറായി വരാനേ പിന്നെ ഉണ്ടാകും. അത് ചിലർക്കാണെങ്കിൽ സ്ഫുടമായി തന്നെ മൊഴിയാൻ കഴിയും. അപ്പൊ 7 വയസ്സാകുമ്പോ നിസ്കാരത്തിന്റെ ശൈലിയും പഠിക്കുന്ന കുട്ടി നിസ്കരിക്കണം എന്നുള്ള ഒരു കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറി തന്നത് ബാപ്പ, ഉമ്മ തുടങ്ങുന്ന കുടുംബക്കാര് കുട്ടികളെ അറിയിക്കുമ്പോൾ അതവർ ശീലിച്ച് നന്നായി പരിശീലിച്ച് പഠിച്ചു വരികയാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കണം എന്നൊന്ന് ഉണർത്തിക്കൊടുക്കും. നമ്മളൊന്ന് നിസ്കരിക്കല്ലേ എന്ന് ചോദിക്കും കുട്ടികളോട്. സന്തോഷത്തോടെ ഏത് കുട്ടികളും അതിനു വേണ്ടി തയ്യാറാണ്. അങ്ങനെ കൽപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല പഠിപ്പിച്ച ഈ വിഷയം ഉപ്പയോടും ഉമ്മയോടും തന്നെ ആദ്യമായി രക്ഷാകർത്താക്കളോട് കൽപ്പിക്കാനുള്ള കാരണം കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്തു കൊടുത്തവര്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നത് അവരാണ്. ജീവിതത്തിൽ വേണ്ട ആവശ്യങ്ങളൊക്കെ. അപ്പൊ ഉപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു എന്നതിന് സ്വീകരിക്കാൻ കൂടുതൽ താല്പര്യം കൂടി വരും. കാരണം ഈ ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് യഥാർത്ഥ അനുഗ്രഹം ചെയ്ത അള്ളാഹുവിനെ അറിയാൻ മാത്രമുള്ള ബുദ്ധി വിശാലമായി വന്നിട്ടില്ല. യഥാർത്ഥ അനുഗ്രഹം ചെയ്ത ആള് അള്ളാഹുവാണ്. അള്ളാഹുവിനെ അറിയാൻ മാത്രമുള്ള പക്വതയിലേക്ക് കുട്ടി എത്തിയിട്ടില്ല. പക്ഷേ കുട്ടിക്കൊന്നറിയും. ആരാ ഡ്രസ്സ് കൊണ്ടുവന്നത്? കുട്ടി പറയും ഉപ്പയാണ്.
ആരാ ഭക്ഷണം തന്നത്? ഉമ്മ ഭക്ഷണം തന്നു. ആ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളവും തന്നു കുടിക്കാൻ. ഇങ്ങനെ ആ ഉപ്പയും ഉമ്മയും കുറെ നൽകി എന്നുള്ള വിവരങ്ങൾ അറിയുന്നത് കൊണ്ട് അവരോട് കൽപ്പിക്കാൻ പറഞ്ഞു. സത്യത്തിൽ അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് നമ്മിലൂടെ അല്ലാഹു തആല നടപ്പിലാക്കുകയാണ്. ഞാനിത് പറഞ്ഞത് അള്ളാഹുവിന്റെ കീർത്തനകൾ നമ്മെ ഏൽപ്പിക്കുന്നത് ജനിച്ച ഉടനെ അല്ല. എന്നാ കുറച്ചും കൊണ്ട് 5 വയസ്സ് കഴിഞ്ഞിട്ടാണോ? അല്ല. അത് നിർബന്ധമായി നമ്മോട് ബന്ധിക്കുന്നതിന്റെ ഇടയ്ക്ക് എത്ര വിശാലതയുണ്ട്, എത്ര സമയമുണ്ട്. അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ പിന്നെ ആ കുട്ടിയെ ഉപ്പ അത് ചെയ്യാൻ വേണ്ടി പതിവാക്കി വീഴ്ച വരുത്തുമ്പോൾ നല്ല താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞ് കുട്ടിയോട് ഒന്നുകൂടി കർശനമായി ഉപദേശിച്ച് യഥാർത്ഥത്തിൽ കുട്ടിക്ക് ബാധ്യത വരുന്ന പ്രായം എത്തുമ്പോൾ അല്ലാഹു തആല നൽകിയ അനുഗ്രഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഇനി മുതൽ നിർബന്ധമായി നീ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ നിന്നെ ചെയ്യിപ്പിച്ചതിന് പകരം ഇനി നിനക്കാണ് അതിന്റെ ഉത്തരവാദിത്തങ്ങളും ശിക്ഷയൊക്കെ. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത്രയും കാലം എന്നെ ശീലിപ്പിച്ച ഈ വിഷയം ഇപ്പോഴാണ് എന്റെ ശരീരത്തോട് നിർബന്ധമായി ബാധിക്കുന്നത്, ബന്ധിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നീ സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് നീ മാറിക്കളയുകയും ചെയ്താൽ റബ്ബ് തആല തന്ന അനുഗ്രഹത്തെ നീ തിരുത്തുകയും അള്ളാഹുവിന്റെ പ്രതികാരം, ശിക്ഷ പ്രതീക്ഷിച്ചു നിൽക്കുകയും വേണം. റബ്ബ് തന്ന വലിയ അനുഗ്രഹമാണ് മക്കൾ, അതുപോലെ തന്നെ കുടുംബം, നമ്മൾ പരിപാലിക്കുന്ന പരിരക്ഷിക്കുന്ന നമ്മുടെ കീഴിലുള്ള സർവരും. അപ്പൊ അവരോടൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകൾ കൽപ്പിച്ച് യഥാവിധി മുന്നോട്ടു പോകാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷം മാത്രമാകും. അനുഗ്രഹങ്ങൾ അങ്ങനെ സ്വീകരിച്ച് അതിലൂടെ അങ്ങനെ ജീവിക്കുന്നു. അല്ലാഹു തആലാക്ക് വേണ്ട അനുസരണകൾ, അള്ളാഹുവിന് വേണ്ട വഴിപ്പെടലുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അങ്ങനെയാകുമ്പോ പൂർവീകരിലേക്ക് നമ്മൾ എത്തിച്ചേരും. അവരെങ്ങനെയാണ് മുൻഗാമികൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തി, പക്ഷേ വേണ്ട വിധം അനുസരണം അള്ളാഹുവിന് നൽകിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, വഇദാ അറദ്നാ അൻ നുഹ്ലിക ഖർയതൻ, ഒരു ഗ്രാമത്തെ നശിപ്പിക്കാൻ നാം ഉദ്ദേശിച്ചാൽ പെട്ടെന്ന് അല്ലാഹു തആല നശിപ്പിക്കൂല. അല്ലാഹു എത്ര വലിയ റഹ്മത്തുള്ളവനാണ്. ഏതെങ്കിലും എതിർക്കാൻ വരുന്ന ആളുകളെ ഒറ്റയടിക്ക് നശിപ്പിക്കാൻ അല്ലാഹു തആലാക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, പിന്നെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വേണമെങ്കിൽ പിന്തിരിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് അല്ലാഹു തആല ചാൻസ് ഇങ്ങനെ കൊടുക്കും. വിശാലമായ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ബനൂ ഇസ്രായേലിற்கு അല്ലാഹു നൽകിയ 9 ദൃഷ്ടാന്തങ്ങൾ. ഈ 9 ദൃഷ്ടാന്തത്തിലും നിഷേധിച്ചിട്ടും അല്ലാഹു തആല ശിക്ഷ കൊടുക്കാതെ പിന്നെയും അല്ലാഹു താമസിപ്പിച്ചത് ചിന്തിച്ചിട്ട് ഇനി മാറണമെങ്കിലൊന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. എല്ലാവർക്കും അല്ലാഹു തആല അത് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിടാൻ വേണ്ടി ബദറിലേക്ക് പോകുന്ന അബൂജഹലിനോടും കൂട്ടരോടും ബദറിലേക്ക് എത്തുന്നതിന്റെ എത്രയോ കിലോമീറ്ററുകൾക്ക് മുമ്പ് മക്കയിലെ നേതാവായ അബൂ സുഫിയാൻ വന്നിട്ട് പറഞ്ഞു, കച്ചവട സംഘത്തിന്റെ നേതാവാണ് അബൂ സുഫിയാൻ, ഈ കച്ചവട സംഘത്തെ പിടികൂടി എന്നാണ് മക്കയിൽ നേരത്തെ കിട്ടിയ വാർത്ത. അബൂ സുഫിയാൻ പോയിട്ട് പറഞ്ഞു, നമ്മുടെ കച്ചവട സംഘമൊക്കെ സുരക്ഷിതമായി മക്കയിൽ എത്തിയിട്ടുണ്ട്, ഇനി നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടതില്ല, തിരിച്ചു പോന്നു. അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സിഗ്നലായിരുന്നു. അപ്പോൾ കുറെ ആൾക്കാർ പിന്തിരിഞ്ഞു പോകാന്നുണ്ട്, പക്ഷെ അബൂജഹൽ പറഞ്ഞു പോകാൻ പറ്റില്ല.
അതെന്തേ? ആരും പോകരുത്. നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയും നമുക്കൊന്ന് അവർ കാണുന്നതിന്റെ അടുത്തെത്തി അവരൊന്ന് പോരാടാമെന്നാൽ പോരാടിയിട്ട് അതൊന്ന് തെളിയിച്ച് ഇനി നമ്മളോട് എതിർക്കാൻ ആരുമില്ലെന്ന് അവർക്ക് തിരിയും വിധം എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തിട്ടേ പോരാവൂ. അത് നല്ല ഉശിരൻ ശൈലിയിൽ പറഞ്ഞപ്പോ കുറെ ആളുകൾക്ക് തോന്നി തിരക്കടില്ല, നല്ല അഭിപ്രായമാണ്, അങ്ങനെ ചെയ്യാം. അപ്പോഴും കുറച്ച് ആളുകൾ അബൂജഹലിനോട് പറഞ്ഞിരുന്നു വേണ്ട, കാരണം നമ്മൾ ലക്ഷ്യമാക്കിയ നമ്മുടെ കച്ചവട സംഘം സുരക്ഷിതമായി എത്തി, ഇനി നമ്മൾ തിരിച്ചു പോകുന്നതല്ലേ ബുദ്ധി. അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ വീണ്ടും വീണ്ടും കൂടെ നിർത്താൻ വേണ്ടി പ്രേരിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോയത്. എന്തിനാ സത്യത്തിൽ ഇങ്ങനെ ഒരു വിഷയം അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചത്? ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഹിദായത്തിന്റെ വഴിയിൽ കടക്കാൻ ഇനിയും ചാൻസുകൾ ബാക്കിയുണ്ട്, വേണമെങ്കിൽ മടങ്ങിക്കോട്ടെ. പക്ഷെ അതിനല്ല തയ്യാറായത്. ഞാൻ ലാസ്റ്റ് പോയിന്റിൽ വരെ വലിയ ശത്രുവായ അബൂജഹൽ ആരാണ് വിജയിച്ചതെന്നും എങ്ങനെയാണ് വിജയം വന്നതെന്നും ഒക്കെ അറിഞ്ഞിട്ടും മരിക്കുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനൊക്കെ വിജയം ഞങ്ങൾക്കാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നിങ്ങൾക്ക് കാര്യമായിട്ട് വിജയമൊന്നും കിട്ടിയിട്ടില്ല, അള്ളാഹുവിന്റെ സഹായമൊക്കെ ഞങ്ങൾക്കാണ്. അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും നീ നിന്റെ നേതാവിനോട് പോയിട്ട് പറയണം, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും വെറുപ്പുള്ളത് എന്റെ നേതാവാണ് എന്ന് പറയണം. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്ന് ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോഴും ചിന്തിക്കാമായിരുന്നു അബൂജഹലിന് ഇപ്പോഴെങ്കിലും ഒന്ന് മാറാം. അല്ലാഹു തആല ഒറ്റടിക്ക് പണിയാക്കിയിട്ടില്ലല്ലോ. എത്ര സാവകാശം, എത്ര രണ്ട് കൈകൾക്കും വെട്ടുകൊണ്ട് എത്ര നേരം കിടന്നു ചിന്തിക്കാൻ എത്ര സമയം കൊടുത്തു. അള്ളാഹുവിന്റെ റഹ്മത്താണ്. പെട്ടെന്നല്ല അല്ലാഹു തആല ശിക്ഷിക്കുക. അല്ലാഹു തആല ഇങ്ങനെ ഇളവ് ചെയ്തു കൊടുക്കും. എന്തിന്? ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാവർക്കും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഫിർഔന് കൊടുത്തിട്ടുണ്ട്, നിമ്രൂദിന് കൊടുത്തിട്ടുണ്ട്, പലർക്കും കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലെറിഞ്ഞാളാ നിമ്രൂദ്. അസഹ്യമായ തലവേദന വന്നപ്പോ സ്വന്തം മകള് പറഞ്ഞു നിമ്രൂദിനോട്, നിമ്രൂദേ തലവേദന മാറണമെങ്കിൽ ഒറ്റ വഴിയാണ്, ഇബ്രാഹിം നബിയെ വിശ്വസിച്ചാൽ മതി, അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മതി. അപ്പൊ നിമ്രൂദ് തലവേദന മാറിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതെന്നെ കൊണ്ട് കീഴ. ആ തലവേദന കൊടുത്തിട്ട് അല്ലാഹു തആല കുറച്ച് ടൈം അവിടെ വെച്ചത് ചിന്തിച്ച് മാറാനായി. അതുകൊണ്ടാണ് ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിലാണ് മുങ്ങിപ്പൊങ്ങുന്ന ഫിർഔൻ ആമന്തു, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, ബില്ലദീ ആമനത്ത് ബിഹി ബനു ഇസ്രായീൽ. മൂസാ നബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബനു ഇസ്രായേൽക്കാർ വിശ്വസിച്ച റബ്ബിനെ കൊണ്ട് ഞാനും വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് രക്ഷപ്പെടുത്തണം. മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ച ചോദ്യം കണ്ടില്ലേ നിങ്ങൾ? ഇപ്പോഴാണോ നിനക്ക് നേരായത്? ഇതിനു മുമ്പ് എത്ര ടൈം ഉണ്ടായിരുന്നു, എത്ര ദൃഷ്ടാന്തങ്ങൾ കണ്ടു, എന്നിട്ടും നാശം വിതക്കുന്ന ആളായിട്ടല്ലേ നീ ജീവിച്ചത്? ഇപ്പോഴാണോ നേരായത്? ഇവിടെ കണ്ടില്ലേ നിങ്ങൾ അള്ളാഹു പറയുന്നത്, ഒരു ഗ്രാമത്തെ, ഒരു ഗ്രാമീണരെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ ആദ്യത്തെ സൂചന അമർനാ മുത്രഫീഹാ, അതിലെ സുഖലോലുപരോട് നമ്മൾ കൽപ്പിക്കും നന്നാകാൻ വേണ്ടി. സുഖിയന്മാരുണ്ട് ഓരോ ഗ്രാമത്തിലും, അവരോട് കൽപ്പിക്കും അള്ളാഹുവിനെ അനുസരിക്കാൻ. അവർക്ക് ഇഷ്ടം പോലെ സുഖങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ആ സുഖങ്ങൾക്ക് പിന്നിൽ തന്ന ആള് ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് മാറാൻ നമ്മൾ ഉത്തരവിടും, നമുക്ക് അനുസരിക്കാനും നമ്മുടെ റൂട്ട് സ്വീകരിക്കാനും. പക്ഷേ ഫഫസഖൂ, അവരാ മാർഗം സ്വീകരിക്കാതെ, റബ്ബ് തആല കൽപ്പിച്ചത് ഉൾക്കൊള്ളാതെ അവർ ഫാസിഖീങ്ങളായി മാറും. ഫസഖൂ എന്ന് പറഞ്ഞാൽ ഫിസ്ഖ് എന്നതിന്റെ അർത്ഥം അൽ ഖുറൂജു അനി ത്വാഅ, അനുസരണത്തിൽ നിന്ന് പുറത്തു പോവുക, പുറപ്പെടുക. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ അനുസരിക്കുന്നതിൽ നിന്ന് പുറത്തായവൻ.
സാങ്കേതിക അർത്ഥത്തിൽ ഫാസിഖ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫാസിഖിനോട് ഇസ്ലാം പറയുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. മുബ്തദീന്റെ ജനാസ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഫാസിഖിന്റെ നിസ്കരിക്കാൻ പാടില്ല. പക്ഷെ അത് ആൾക്കാർ ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. ആൾക്കാർ ഇത് ശ്രദ്ധിക്കും. മുബ്തദിയാ സലാം പറഞ്ഞിട്ട് പോകാൻ പറ്റും, അതേ ഹുക്കം തന്നെയാണ് ഫാസിഖ്. പക്ഷെ അതിന് ആൾക്കാരൊക്കെ പോകും. ആരാ മരിച്ചാൽ ഫാസിഖ, നിസ്കരിക്കല്ല, നിസ്കരിക്കാത്ത ഫാസിഖല്ല. അതിന് പോയി കൈയ്യട്ടാൻ എല്ലാരും ഉണ്ട്. മുബ്തദീ മുന്നിൽ വെച്ച് മുബ്തദീന്റെ ജനാസ നിസ്കരിക്കാൻ പറ്റാത്ത പോലെ ഈ ഫാസിഖിന്റെ പറ്റുമോ? പറ്റൂല. ആരാ ഫാസിഖ്? മനിർതകബ ദംബൻ അദീമൻ വലം യതുബ് മിൻഹു. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, വലിയൊരു തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാത്തവൻ, വലിയ പാപം വൻപാപം ചെയ്തിട്ട് തൗബ ചെയ്യാത്തവൻ. വൻപാപങ്ങളിൽപ്പെട്ടൊരു പാപമല്ലേ കാരണമില്ലാതെ നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുക എന്നുള്ളത്. വൻകുറ്റങ്ങൾ എത്രയുണ്ട്? 1, 2, 3, 10 എന്നല്ല, 500-ലധികം വൻകുറ്റങ്ങൾ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഒറ്റ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കാരണമില്ലാതെ നിസ്കാരം സമയത്തിൽ നിന്ന് പിന്തിക്കാന്നുള്ളത്. അതിന് തൗബൊന്നും ചെയ്തിട്ടില്ല. നിസ്കാരം വീട്ടിയാലും തൗബ ചെയ്യണം, എന്നാലേ ആ പിന്തിച്ച കുറ്റം അല്ലാഹു പൊറുക്കുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാ. അപ്പൊ ഈ ഫാസിഖായ മനുഷ്യൻ, അല്ലെങ്കിൽ ഫാസിഖാകൽ എങ്ങനെയാണ്? വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എപ്പോഴും ചെറുദോഷങ്ങൾ അങ്ങനെ ചെയ്യും. ഔ അസ്റ അലാ സ്വഗീറത്തിൻ, ചെറുദോഷത്തിൽ നിന്ന് വിട്ടൊഴിവില്ല. ചെറുദോഷം എപ്പോഴും ചെയ്യുന്ന ആള് അതൊക്കെ കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് പല ഭാഗത്തുനിന്നും തീപ്പൊരി വന്ന പോലെ ഉണ്ടാവും. തീപ്പൊരി ഒന്നാകുമ്പോ അത്ര പ്രശ്നം ഉണ്ടാകൂല, പക്ഷെ പല ഭാഗത്തുനിന്നൂടി വന്നാൽ എന്തായി മാറി? ഒരു വലിയ തീയായി മാറി. ഇതേപോലെ തന്നെയാണ് ചെറുദോഷം. അത് ഇടതടവില്ലാതെ ഓരോ ദിവസവും ഉണ്ട്. അവനും ഫാസിഖാണ്. മുബ്തദീന്റെ നിസ്കാരത്തിന് കാണുമ്പോൾ തന്നെയാണ് അവന്റെ നിസ്കാരം. മുന്നിലേക്ക് നാളെ തുടരാൻ പറ്റുമോ ഉസ്താദേ? ഫാസിഖും മുബ്തദി അല്ലെങ്കിൽ തുടർന്നോളൂ. ഇമാമായി നിൽക്കുന്ന ആളെ അയാൾ ഫാസിഖാണ്. എങ്ങനെയാണ് ഫാസിഖായത്? തോന്നുമ്പോഴേ നിസ്കരിക്കുള്ളൂ. തോന്നുമ്പോഴേ നിസ്കരിക്കുന്നുള്ളൂ, പിന്നെ എങ്ങനെയാണ് തുടർന്ന്? എപ്പോഴും നിസ്കരിക്കില്ല. അയാൾക്ക് തോന്നുമ്പോൾ നിസ്കരിക്കും. അങ്ങനത്തെ പിന്നെ തുടരാൻ പറ്റൂല. സലാം പറയാൻ പറ്റൂല. ക്ഷണിച്ചാ പോകാൻ പറ്റൂല. ഇതൊരു മുബ്തദീനോട് മാത്രമുള്ളത്. അതേ ആൾക്കാർക്ക് അറിയാം. നിസ്കരിച്ചാൻ പറ്റില്ല. ആള് മരിച്ച ആള് മുബ്തദിയാണ്. പിറ്റത്തെ ആഴ്ച ഒരാൾ മരിച്ചു, അത് നിസ്കരിക്കാൻ പറ്റും. അത് കുഴപ്പമൊന്നുമില്ല. അയാൾ വിശ്വാസത്തിന് തകരാറൊന്നുമില്ല. വിശ്വാസത്തിന് മാത്രം തകരാറ്, അയാളെ കർമ്മത്തിന് തകരാറില്ല. ഫാസിഖല്ലേ? അത് പൊതുവെ നാട്ടുകാർ നോക്കൂല, അല്ലേ? ഇത് നോക്കും. മുബ്തദിയാണോ? പോകാൻ പറ്റില്ല. ഫാസിഖാണെങ്കിലും പറ്റില്ലല്ലോ. അങ്ങനെ ഫിസ്ക് ചെയ്ത ആളെയും അയാളും അതേ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വൈക്രഹു, തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താക്കപ്പെടും. ഖൽഫ മുബ്തദീൻ, മുബ്തദീന്റെ പിന്നിൽ. ഫാസിഖീൻ, ഫാസിഖിന്റെ പിന്നിൽ. ഇനിയിപ്പോ ആരെ തുടരുക? അല്ലാത്തവ തുടരണം. അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കണം. അതാണ് എന്റെ വിഷയം. ഞാനവിടെ ഫിസ്ക് പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞതാണ്. മുബ്തദീനെ പരിഗണിക്കുമ്പോൾ തന്നെയാണ്, സമീപിക്കുമ്പോൾ തന്നെയാണ് ഇസ്ലാം ഫാസിഖിനോടും വെച്ചിട്ടുള്ളത്. നമ്മളെ ഒരു ദുആന്റെ മജ്ലിസിൽ ഒരു മുബ്തദി വരാൻ പറ്റാത്ത പോലെ ആരും വരാൻ പറ്റില്ല, ഫാസിഖും വരാൻ പറ്റില്ല. മുബ്തദീനെ ബഹുമാനിക്കാൻ പറ്റാത്ത പോലെ തന്നെ ഫാസിഖിനെയും ബഹുമാനിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഒരു ഭാഗം മാത്രമേ പ്രശ്നമുള്ളൂ, മറ്റേ ഭാഗത്തിന് ആരും അത്ര വിഷയം കൊടുക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. കൂട്ടത്തിൽ മുബ്തദിയാണ്, അവിടെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും. അപ്പുറത്തിരിക്കുന്ന ആളാരാ? അയാൾ ഫാസിഖാണ്. അയാൾക്ക് പ്രശ്നമില്ല. രണ്ടും ഒരേ രൂപം തന്നെയാണ്. അപ്പൊ ഫാസിഖാകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഫാസിഖായാലും വലിയ പ്രശ്നമാണ്. ഫാസിഖ് എന്ന് അല്ലാഹു തആല എടുത്തു പറഞ്ഞ ഒരു വിഭാഗമാണ് മുനാഫിഖുകൾ. ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. മുനാഫിഖുകൾ ഫാസിഖീങ്ങളാണ്. വിശ്വാസരംഗത്തും കർമ്മരംഗത്തൊക്കെ തകരാറുള്ളവരുണ്ടതിൽ.
അപ്പോൾ ഒരു ഗ്രാമത്തിൽ ഗ്രാമീണരെ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു തആല ആദ്യം ഉത്തരവിറക്കുന്നത് അതിലെ നല്ല നല്ല സുഖിയന്മാരുണ്ടാകും, അവരോടൊന്ന് നന്നാകാൻ വേണ്ടി ഉത്തരവ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ആ കൽപ്പന അവർക്ക് കൊടുക്കും. അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന, ആരാധന നടത്തണം, നല്ല നിലക്ക് ജീവിക്കണം, ഉള്ള ചാൻസ് ഉപയോഗപ്പെടുത്തണം, ഇതൊക്കെ പറയും. അങ്ങനെയുള്ള ആളുകളോട് അവരുമായി ബന്ധപ്പെട്ട നല്ല ആളുകൾ ഉപദേശിക്കും. നിങ്ങൾക്ക് അള്ളാഹു തആല ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ നിസ്കരിക്കാക്കുന്നത് ശരിയില്ലട്ടോ, നിങ്ങൾ മദ്യപാനം നടത്തുന്നത് ശരിയില്ല, നിങ്ങൾ അത് ചെയ്യുന്നത് ശരിയില്ല, ഇതൊക്കെ ഉപദേശിക്കും. പക്ഷേ ഉപദേശം കേൾക്കാതെ വീണ്ടും അവർ ഫഫസഖൂ ഫീഹാ, ആ ഉപദേശം സ്വീകരിക്കാതെ അവരാ ഫാസിക്കിൽ തന്നെ ഫാസിക്കായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനം. മാറ്റാനൊന്നും ഒരുക്കല്ല, നന്നാകാനും ഒരുക്കല്ല. അങ്ങനെ ഇല്ലെങ്കിൽ, നന്നാകാൻ ഒരുക്കല്ലെങ്കിൽ ആ സുഖിയന്മാരെ, ആ സുഖലോലുപത ജീവിക്കുന്ന ആൾക്കാരെ, അവരുടെ ആ ഒരു അനാവശ്യ കൃത്യങ്ങളെ കൊണ്ട് ഫഹഖ അലൈഹൽ ഖൗൽ, ആ ഗ്രാമത്തിന് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിപ്പോയി, ഉറച്ചുപോയി. ഫഹഖ അലൈഹൽ ഖൗൽ, അള്ളാഹുവിന്റെ ശിക്ഷ നിർബന്ധമായി പോയി. ഫദമ്മർനാഹാ തദ്മീറാ, ആ ഗ്രാമത്തെ നമ്മൾ നശിപ്പിക്കും, തകർത്ത് തരിപ്പണമാക്കും. തദ്മീറൻ, രണ്ടും ഒന്നല്ല. ദമ്മർനാഹാ തദ്മീറൻ, ഈ തദ്മീർ എന്ന ഈ മസ്ദറിൽ നിന്ന് ദമ്മറ എന്നുള്ള ഫീല് വന്നത്, പക്ഷേ രണ്ടും വേറെ വേറെ അർത്ഥമുണ്ട്. ദമ്മർനാഹ, നമ്മൾ ആ നാടിനെ തകർത്ത് തരിപ്പണമാക്കും. തദ്മീറൻ, ഒരു വസ്തുവും ശേഷിക്കാതെ അടയാളങ്ങൾ മാത്രം ബാക്കി വെക്കുന്ന രൂപത്തിൽ, അതിനാണ് തകർത്ത് തരിപ്പണമാക്കുക എന്ന് പറയുന്നത്. ഒന്നും ഉണ്ടാകൂല. നല്ല ഫലഭൂയിഷ്ടമായ ഭൂമികൾ ഉണ്ടായിരുന്നു, നല്ല കാഴ്ചാസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, നല്ല തടാകങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ തകർത്ത് തരിപ്പണമാക്കി നോക്കുമ്പോൾ എന്താ ബാക്കിയുള്ളത്? ജനങ്ങൾ നടന്നിരുന്ന ചില റോഡുകളും വഴികളും, അസർ മാത്രം, അടയാളങ്ങൾ മാത്രം ബാക്കി. ബാക്കിയുള്ളതൊക്കെ ആകെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല നശിപ്പിക്കുമ്പോ അങ്ങനെയാ, ഒന്നും അവിടെ ബാക്കി വെക്കില്ല. അപ്പോ ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, അത് നിങ്ങൾക്ക് കാണണോ? എന്നാ മുൻഗാമികൾ ജീവിച്ച നാടുകളിലേക്ക് പോയിക്കോളൂ. അതാണ് തൊട്ട് അടുത്ത താഴത്തായത്തിൽ പറയുന്നത്. ഈ ആയത്തിൽ ഉപദേശിച്ചത്, നാട്ടില് സുഖിയന്മാരിങ്ങനെ കൂടിക്കൂടി വരുമ്പോ അള്ളാഹുവിന്റെ അദാബ് കൂടിക്കൂടി വരും. കാരണം അവർക്ക് അനുസരിക്കാൻ തോന്നൂല, അള്ളാഹുവിനെ അനുസരിക്കാൻ തോന്നൂല. സുഖിയൻ, ഈ ആയത്തിൽ പറഞ്ഞ മുത്രിഫ്, മുത്രഫീഹ, സുഖിയൻ ആരാണ്? മഹാന്മാര് വിശദീകരിച്ചു. സുഖിയൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവന് അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, വിശാലത ജീവിതവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ പരിധി വിട്ട് അഹങ്കരിക്കുന്ന ആൾ. അവന്റെ മനസ്സിലുള്ള ഭാവന എന്താണ്? വീടുണ്ട്, പറമ്പുണ്ട്, പെണ്ണുണ്ട്, മക്കളുണ്ട്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്. കിർച്ചില്ലെങ്കിൽ എന്താ? നോമ്പറ്റില്ലെങ്കിൽ എന്താ? അല്ലാഹു തആല വിശ്വസിച്ചില്ലെങ്കിൽ എന്താ? ഇവിടെ എന്ത് വരാനാ? അതാണ് അവന്റെ ഭാവന. മൻ അബ്തറതുഹു നിഅമതു വസഅതുൽ ഐഷ്, അല്ലാഹു കൊടുത്ത അനുഗ്രഹവും ജീവിത വിശാലതയും അവനെ അഹങ്കാരിയാക്കി. അങ്ങനെ ചിന്തിക്കുന്നു. അള്ളാഹുവിന്റെ നിയമങ്ങളെ പറ്റിയൊക്കെ അവൻ അഹങ്കാരത്തോടെ ചിന്തിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് വരാനാണ്? സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സുഖിയന്മാരുടെയും ലെവൽ അതേ അവസ്ഥയിലാണ്. ഞാനങ്ങനെ ജീവിച്ചു, എന്ത് വരാനാ ഇവിടെ? എനിക്കൊന്നും സംഭവിക്കാനില്ല. കാരണം എന്ത് സംഭവിച്ചാലും എന്നെ താങ്ങി നിർത്താൻ മാത്രമുള്ള സമ്പത്ത് എനിക്കുണ്ട്. അവന്റെ ഐശ്വര്യത്തിലേക്കാണ് അവന്റെ കണ്ണുപോകുന്നത്. സത്യത്തിൽ അവർക്ക് മാത്രമല്ല ശിക്ഷ, അവർക്ക് മാത്രമാണെന്ന് പ്രത്യേകം അല്ലാഹു തആല എടുത്തു പറയുകയും, അങ്ങനെ അല്ലാഹു അനുഗ്രഹം കൂടുതൽ കൊടുത്ത ആളുകൾ വഴിവിട്ടു പോകുമ്പോൾ ബാക്കിയുള്ളവര് അവരെ പിന്നാലെയായിട്ട് ശിക്ഷയിൽ ഓടിച്ചേരുകയും ചെയ്യും. വലിയ വലിയ ആൾക്കാരെങ്ങനെ കളിച്ചാൽ ആളൊക്കെ ഉസ്താദേ നല്ലോണം ധർമ്മം ചെയ്യും, അതിനൊക്കെ ആള് വിദഗ്ധനാ, ഉഷാറാ, ഒരു കുഴപ്പമില്ല.
പക്ഷെ വൈകുന്നേരം ആകുമ്പോ 2 ഔൺസ് കിട്ടിയില്ലെങ്കിൽ വലിയ തലവേദന. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇഷ്ടംപോലെ സ്വത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്, മക്കളെ അനുഗ്രഹങ്ങളായി കൊടുത്തിട്ടുണ്ട്, ജീവിക്കാനുള്ള ആരോഗ്യം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും മനുഷ്യൻ അവൻ അള്ളാഹു കൊടുത്ത അനുഗ്രഹം കൊണ്ട് ചെയ്യുന്ന ധിക്കാരം, അഹങ്കാരം എത്ര വലുതാണ്. അത് മാത്രല്ല, അള്ളാഹുത്താല കൊടുത്തതിനനുസരിച്ചൊരു നന്ദിയുണ്ടോ? അള്ളാഹുത്താല കൊടുത്ത സമ്പത്തിന് അനുസരിച്ചുള്ള ഏറ്റവും വലിയ നന്ദി എന്താണെന്നറിയോ നിങ്ങൾ? സക്കാത്ത് കൊടുക്കലാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് പല പ്രഭാഷണങ്ങളിലും, നമ്മളെ നാടുകളിലെ സമ്പന്നരായ വ്യക്തികൾ അതാത് നാട്ടിലെ സക്കാത്തിന്റെ അവകാശികൾക്ക് കൊടുക്കാനുള്ള വിഹിതം കൊടുത്താൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കൂലേ? ഉറപ്പായിട്ടും നടക്കും. ഒരു ചെക്ക് കൊടുക്കൂല. എന്ത് കൊടുക്കും? വരുന്നവർക്കൊക്കെ ഒരു 100 തൊട്ട് അങ്ങനെയല്ല സക്കാത്ത് കൊടുക്കണ്ടേ? ഇപ്പൊ ഒരു ഗ്രാമങ്ങൾ കൂട്ടിക്കോളും. ഇപ്പൊ വാർഡും ഗ്രാമൊക്കെ എല്ലാവർക്കും വേണ്ടിയില്ല. ഒരു വാർഡിൽ ആൾക്കാർ, ഒരു മഹല്ലത്തിലെ ആൾക്കാർ, ആ മഹല്ലത്തിലുള്ള ഈ കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അർഹതപ്പെട്ട ആളുകൾ, ആ നാട്ടിലുള്ള ദരിദ്രരും അഗതികളും അതുപോലെ തന്നെ സക്കാത്തിന് അർഹതപ്പെട്ട കടക്കാർ, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് കൈയച്ചു കൊടുക്കുകയാണെങ്കിൽ കൊല്ലം കൊടുക്കുമ്പോൾ അവരെ കടക്കാരെ കടം പൂടും. മിസ്കീന്മാര് കുറച്ച് ഉന്നതിയിലെത്തി, അവർക്ക് തൊഴിലും കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടും. ഫക്കീറന്മാർക്ക് ഉയർച്ച കിട്ടും. അത് കൊടുക്കാത്തതാണല്ലോ ഏറ്റവും വലിയത് വിഷയം. സമ്പത്ത് അനുഗ്രഹം അല്ല ചെയ്തിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ധിക്കാരാതാണ്. എന്നാൽ അള്ളാഹുത്താലാണെങ്കിലോ അതിന്റെ കൊടുക്കാൻ പറഞ്ഞ ശതമാനാണെങ്കിൽ എത്ര കുറച്ചാ അള്ളാഹുത്താല കളവ് ആണ് ചുരുക്കി തന്നത്. 1,00,000 രൂപക്ക് ഒരാള് കണക്ക് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ചെറിയൊരു ശതമാനം, 2.5% മൊത്തമായിട്ട് ശരിക്കും കൂട്ടുന്നുള്ളൂ. നിങ്ങൾ നോക്ക്, അതിന്റെ 20-1 അള്ളാഹുത്താല കൊടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു 2,500 രൂപ, അതല്ലേ ഇപ്പൊ 2.5% എന്ന് പറഞ്ഞാല് 20-1 എന്നുള്ള കൂട്ടാണെങ്കിൽ 5,000 റുപ്യ. എന്നാ 10-1 പറഞ്ഞു 10,000 ഇല്ലല്ലോ. അപ്പൊ 1 കോടി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനുള്ളത് വളരെ ചെറുതാണ്. പക്ഷെ കൊടുക്കൂല. എന്റെ ശബ്ദം ശപിക്കുന്നവരൊന്നിങ്ങനെ വിലയിരുത്തി നോക്കൂ. ഓരോരുത്തരുടെ നാട്ടിലുള്ള ആളുകൾ ഉസ്താദാ പറഞ്ഞത് ശരിയാണ്. ഈ നാട്ടിലൊരു 10-40 ഫക്കീറും മിസ്കിനും കടക്കാരോ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കൂട്ടുമ്പോൾ അതേ ലെവലിൽ 40 അല്ല 40 കൂടി 80 ആൾക്കാർ കൊടുക്കാൻ അർഹതപ്പെട്ട ആൾക്കാരുണ്ട്. കൊടുക്കേണ്ട ആൾക്കാർ. അപ്പൊ ആൾക്കാർക്ക് തിരിയും. ആർക്കൊക്കെ മുതലുള്ളത് കുറെ ആൾക്കാർക്ക് തിരിയാതൊക്കൊന്നുമില്ല. ഏകദേശമൊക്കെ തിരിയും. കുറെ അപ്പുറത്തുള്ള സീക്രട്ട് തിരിയാന്നേ ഉള്ളൂ. കുറെയൊക്കെ തിരിയും. അങ്ങനെ കൂട്ടി നോക്കുമ്പോ അവരൊക്കെ ഓരോ വർഷവും ഇങ്ങനെ ശതമാനം അനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 40 ആളുകൾക്ക് കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു തആല ഈ അദാബൊക്കെ ഉയർത്തും. ഘട്ടമായിട്ടല്ലേ അല്ലാഹു തആല ഇറക്കിയ അദാബ്. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാം, എന്തായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ നാട് എന്ന് പറയുന്നത്? ആ നാട് 7 നഗരങ്ങൾ. അത്ര സൗന്ദര്യമുള്ള നഗരം എവിടെ ഉണ്ടായിരുന്നില്ല. സദൂം എന്ന് പറയുന്ന നാടടക്കമുള്ള 7 ഗ്രാമങ്ങൾ എന്തൊരു സൗന്ദര്യമുള്ളതായിരുന്നു എന്ന് മാത്രല്ല സഹോദരങ്ങളെ, ആ നാട്ടിലായിരുന്നു ഏറ്റവും നല്ല പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പച്ചപ്പുണ്ടായിരുന്നത്. അവര് വഴിവിട്ട ജീവിതത്തിലേക്ക് നടന്നപ്പോ അല്ലാഹു തആല അവർക്ക് ആദ്യം കൊടുത്ത ഷോക്ക് എന്താണെന്നറിയോ നിങ്ങൾ? ഒറ്റടിക്ക് ശിക്ഷിച്ചതല്ല. മലക്കുകള് മനുഷ്യവേഷത്തിൽ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ വീട്ടിൽ വന്നു. നല്ല സൗന്ദര്യമുള്ള ആൺകുട്ടികളെ വേഷത്തിൽ വന്നു. അവരെ വിട്ടുതരണം എന്ന് പറഞ്ഞ് വാതിലിൽ വന്ന് തള്ളി കയറാൻ നോക്കി. ആദ്യം അല്ലാഹു തആല അവർക്ക് കൊടുത്ത ശിക്ഷ മാറിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അവരെ കണ്ണങ്ങ് വീസാക്കി. ജിബ്രീൽ അലൈഹിസ്സലാം ചെറുകൊണ്ട് ഒറ്റടി കണ്ണ് നമ്മൾ മറിച്ചു. അപ്പൊ അവരെന്താ പറയുന്നത്? ഞങ്ങളെ കണ്ണിന്റെ ഇപ്പൊ തൽക്കാലം ഞങ്ങൾ കാണുന്നില്ല, നാളെ ആകട്ടെ നിന്നെ ശരിയാക്കി തരാം.
ലൂത്തേ, ഇന്ന് ഞങ്ങളെ കണ്ണിന് കാഴ്ചയല്ല, നാളെ രാവിലെ ആകട്ടെ പണിയാക്കി തരാം ഞങ്ങള്. ഈ കണ്ണിന്റെ കാഴ്ച പോയി എന്നുള്ള നിലയ്ക്ക് ഇത് അല്ലാഹു തആല തന്നൊരു ശിക്ഷയാണ്, മടങ്ങിക്കോളൂ എന്നല്ലല്ലോ ചിന്തിക്കുന്നത്. പിന്നെയും പ്രതികാര ബുദ്ധിയാണ് അവർ ജീവിക്കുന്നത്. അല്ലാഹു തആല അവർക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതാ, മടങ്ങണമെങ്കിലും മടങ്ങിക്കോട്ടെ, നന്നാകണമെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതി. അതിനൊരിക്കല്ലെങ്കിൽ അപ്പൊ സുഖിയന്മാര് പരിധി വിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ ധിക്കരിച്ചുകൊണ്ട് അവർ ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ പിന്നീട് വരുന്ന ഒരു വിഷയമാണിത്. ഇസ്മായിൽ ഹിഖി തങ്ങൾ പറഞ്ഞു ഫഫസഖൂ ഫീഹാ. ഫഫസഖൂ ഫീഹാ എന്ന ആയത്തിന് മഹാനവറുകൾ കൊടുത്ത തഫ്സീർ നോക്ക് നിങ്ങൾ. സുഗലോലുപന്മാർ പരിധി വിട്ടു, കൽപ്പനകളൊക്കെ ധിക്കരിച്ചു എന്നുള്ളതിന് ഫഖറജു അൻ ഖൈദി ശരീഅ, ശരീഅത്തിന്റെ നിയമത്തിൽ നിന്ന് പുറത്തുപോയി. വമുതാബഅത്തിൽ അംബിയാഇ, അംബിയാഇനെ പിൻപറ്റുന്നതിൽ നിന്നും പുറത്തുപോയി. ബിമുതാബഅത്തിൽ ഹവാ, സ്വന്തം ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട്. വസ്തീഫാഇ ശഹവാത്തിൻ നഫ്സി, സ്വന്തം ശരീരത്തിന് തോന്നുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടും. അത് പറ്റൂല എന്നാര് പറഞ്ഞാലും അവർ സമ്മതിക്കൂല, അത് ദൂർത്താണ് എന്നാര് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകൂല. കാരണം അവർക്ക് അല്ലാഹു നൽകിയ സുഖം കൊണ്ട്, സമ്പത്ത് കൊണ്ട് അവരങ്ങനെ ധിക്കാരം പ്രവർത്തിക്കുന്നു. അതേ, ഈ ശരീഅത്തിൽ നിന്നും അംബിയായിനെ പിൻപറ്റുന്നതിൽ നിന്നും അവര് മാറിയപ്പോൾ അല്ലാഹു തആല അവർക്ക് ശിക്ഷ കൊടുക്കുന്നു. ഫഹഖ അലൈഹൽ ഖൗൽ, അവർക്ക് പരാജയം വരുന്നു ശരീഅത്തിനോട് എതിര് ചെയ്തുകൊണ്ട്. ഫവജബത് ലഹ ശഖാവ, ധിക്കാരം ചെയ്ത ശരീരത്തിന് പരാജയം വരുന്നു. ബിമുഖാലഫത്തി ശരീഅത്തി, ശരീഅത്തിന് നേരെ എതിര് ചെയ്തതുകൊണ്ട്. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, പക്ഷെ ഇത് കേട്ടില്ല. അങ്ങനെ ചെയ്യരുത് എന്ന് അല്ലാഹു നിർദ്ദേശിച്ചു. ഉലമാക്കൾ അത് വ്യക്തമായി പറഞ്ഞത് കേട്ടില്ല. അതൊക്കെ അവന് കിട്ടിയ സുഖത്തിന്റെ ഊക്കുകൊണ്ട് ആ നിയമങ്ങളൊക്കെ കൊണ്ടുപോയി വലിച്ചെറിയാൻ പറഞ്ഞു അല്ലേ. കഴിഞ്ഞ വർഷമല്ലേ തലമറക്കൽ വിവാദം ഉണ്ടായത്. ഏറെ കുട്ടികൾ അപേക്ഷയുമായി വന്നപ്പോ ശരീഅത്തിനോട് കാട്ടിയ ഏറ്റവും വിരുദ്ധമായ അവസ്ഥ, പഠനവും പരീക്ഷയും എഴുതലുമായിട്ട് തലക്കെന്താ മാറ്റുള്ളത്? തലൊരു മറച്ച് വന്ന് മറക്കേണ്ടതില്ലാത്ത ആൾക്കാർ മറക്കാതെ വന്നോട്ടെ, അങ്ങനെ ചെയ്താൽ പോലെ. അള്ളാഹുവിന്റെ നിയമം തിരുത്തണം, തല മറക്കണം എന്നുള്ള നിയമം പറഞ്ഞതാരാ? മുസ്ലിങ്ങളോട് ആ നിയമം പഠിപ്പിച്ച അള്ളാഹു തആലല്ലേ. ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചല്ലേ, തിരുത്താൻ പറ്റൂലല്ലോ. അപ്പൊ അതിനോട് എതിര് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രമാത്രം ഒരു എതിരാണത്. അള്ളാഹുവിന്റെ നിയമത്തെ ധിക്കരിക്കാന്ന് പറഞ്ഞാൽ ചെറുതാ. അപ്പൊ എന്താ അങ്ങനെ തോന്നിയത്? ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ അങ്ങോട്ട് കിട്ടിയിട്ട് ഇനി ആര് എന്ത് തിരുത്തിയാലും കുഴപ്പമില്ല എന്നുള്ള തോന്നലങ്ങ് തോന്നി. അപ്പൊ അങ്ങോട്ട് തിരുത്താൻ തുടങ്ങി. അപ്പൊ അല്ലാഹു തആല അതാണ്ടാ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോ ഇദാ അറദ്ന അൻ നുഹ്ലിക ഖറിയ, ഒരു ഗ്രാമത്തെ നശിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചാൽ അമർന മുത്രഫിഹ, പാവങ്ങളോടല്ല അള്ളാഹുവിന്റെ ഉത്തരവ്. പാവങ്ങൾ ആ ലെവലിൽ അങ്ങനെ പോകാം. ആ നാട്ടിലെ സുഖിയന്മാരോട് നമ്മൾ കൽപ്പിക്കും. എന്ത് കൽപ്പിക്കും? അനുസരിച്ചോളൂ. നിങ്ങളെ കാരണം കൊണ്ടാ ബാക്കിയുള്ളവരും കൂടി പരീക്ഷ നേരിടേണ്ടി വരുന്നത്. അനുസരിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ. അല്ലേ, ആൾക്കാർ ഈ ഒരു ദാരുണമായ അവസ്ഥയിൽ ആൾക്കാർ എന്ത് പറയുന്നു? അല്ലെ, എത്ര ചെലവ് കുറഞ്ഞു, എത്ര ചെലവ് കുറഞ്ഞു. മറ്റേത് ആഴ്ചയിൽ തന്നെ ഹോസ്പിറ്റൽ കേസിൽ എത്ര പൈസ കൊടുക്കല് അല്ലേ? കല്യാണങ്ങൾക്ക് എത്ര ചെലവാക്കല്? നല്ല റാഹത്തുള്ള കല്യാണങ്ങളാ. അപ്പൊ നമ്മൾ 2-3 മാസമൊക്കെ കൂടിയത്. എന്ത് റാഹത്ത്! ഭക്ഷണം കഴിക്കാനും റാഹത്ത്, പോകാനും റാഹത്ത്, വരാനും റാഹത്ത്. ഒരു കുഴപ്പമില്ല അല്ലെ? എത്ര ചുരുക്കം കിട്ടി. ആ ചെലവുകളൊക്കെ നല്ല വഴിക്ക് വേറെ നീക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായി കിട്ടി. പിന്നെ അല്ലാഹു തആല പഠിപ്പിച്ചു എന്ത്? വീട് പരിപാലനം എങ്ങനെ പഠിപ്പിച്ചു. വീട് പരിപാലനം എങ്ങനെയാന്ന് പഠിപ്പിച്ചു. മക്കളുമായിട്ട് ഒരുമിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിച്ചു. ഭാര്യയുമായിട്ട് താമസിക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ചു. വല്ലാത്തൊരു പാടാ പഠിപ്പിച്ചത്. ഒരു കിതാബ് ഇങ്ങനെ ഇറങ്ങിയ കിതാബിലുള്ള പാഠങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ എല്ലാവരും വീട്ടിലിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഇത്രയും കാലമായിട്ട് വീട്ടിൽ ഇങ്ങനെ ഒരു നിസ്കാരം നടന്നിട്ടില്ല.
ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഹദ്ദ നടന്നിട്ടില്ല. ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ ഒരു യാസീനോ, എല്ലാവരും വന്നതല്ലേ, നമ്മള് വല്യപ്പാക്ക് വേണ്ടി ഒരു യാസീനോ, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും സമയം ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ട് സമയവും നേരവും നിയമങ്ങളൊക്കെ പഠിപ്പിച്ച് റെഡിയാക്കി തന്നത്. എന്തെല്ലാമായിരുന്നു ധൂർത്തുകൾ. സമൂഹത്തിൽ വന്നിരുന്ന ധൂർത്തുകൾക്ക് കയ്യും കണക്കുണ്ടായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞാൽ പരിസരത്തുള്ള ആൾക്കാർ കിടന്നുറങ്ങണമെങ്കിൽ നേരത്ര കഴിയണം. കല്യാണപ്പുരയുള്ള വിഷയം കൊണ്ടല്ല, അതിന്റെ പുറത്തും അതിന്റെ റോട്ടുമേലൊക്കെ ഉണ്ടാവും കുറെ ഒച്ചപ്പാടുകൾ. ഏതെങ്കിലും ആളുകള്, കുട്ടികള്, സുഖമില്ലാതെ കിടക്കുന്ന കുട്ടികളൊക്കെ ഒന്നുകൂടി അസുഖം കൂടും, ഞെട്ടിപ്പോയിട്ട് പൊട്ടൽ കേട്ടിട്ട്. ഏതെങ്കിലും തലവേദനയോ പല്ലുവേദനയോ മറ്റു വേദനയൊക്കെ ആയി കിടക്കുന്ന ആൾക്കാർ ഏകദേശം ഒരു മരണത്തിന്റെ വക്കിലെത്തും. കാരണം അവര് ധരിച്ചു പോകും. ഉറക്കം ഇങ്ങനെ പതുക്കെ മരുന്നോ കുടിച്ചിങ്ങനെ ഉറക്കം വരുന്ന ആൾക്ക് ഉറക്കം പോകും, പിന്നെ സുബഹിവരെ ഉറക്കം. അതിനൊക്കെ ഒരു പരിഹാരം, ഒരു പാടുവാ തന്നത്. പക്ഷെ മനുഷ്യൻ അത് പഠിക്കാതെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകാൻ വേണ്ടിയുള്ള ശ്രമമാണെങ്കിൽ പരീക്ഷണങ്ങൾ ഇനിയും വരും. താക്കീത് തന്നെയാണ് അള്ളാഹുവിന്റെ താക്കീത്. അനുസരിക്കണം എന്നുള്ള ശരിക്കുള്ള താക്കീത്. ഈ ആയത്തിൽ ഈ ഉമ്മത്തിനും അള്ളാഹു തആല വലിയൊരു താക്കീത് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു കൊടുക്കുന്ന താക്കീത് എന്താ? പ്രത്യേകിച്ച് മക്കയിലെ മുശ്രിക്കുകൾക്ക് കൊടുത്ത താക്കീത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചോളണം, ധിക്കാരം ചെയ്യരുത്. ധിക്കാരം ചെയ്താൽ പൂർവികരായ ആളുകൾക്ക് എത്തിയ അതേ ശിക്ഷ നിങ്ങൾക്കും എത്തും, അതിൽ തർക്കം വേണ്ട. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്, എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. തലമുറ, ഖർന്, ഖുറൂൻ എന്നാണ് അറബിയിൽ അതിന് പറയാ. ഖർന് ഒരു തലമുറ എന്ന് പറഞ്ഞാൽ പല മഹാന്മാരും അതിന് അളവ് പറഞ്ഞത് ഒരു നൂറ്റാണ്ട് എന്നാണ്. 100 വർഷം, 100 വർഷക്കാലം അങ്ങനെ ജീവിച്ച ഒരുപാട് തലമുറകളെ നമ്മൾ നശിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം, മിൻ ബഅദി നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം എത്രയോ തലമുറകളെ നശിപ്പിച്ചു. വകഫാ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറാ. അടിമകളുടെ ദോഷങ്ങൾ, വൈകല്യങ്ങൾ അറിയാൻ റബ്ബ് മതി. നശിപ്പിക്കാനുള്ള എത്ര ദോഷങ്ങളുണ്ട്, എത്ര കാരണങ്ങളുണ്ട്, അത് വ്യക്തമായിട്ടറിയാൻ വേറെ ആരും വേണ്ട. എല്ലാം അറിയുന്ന ഖബീർ, ഉള്ളറ രഹസ്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു ഖബീറാണ്. ഖബീർ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ രഹസ്യങ്ങൾ മുഴുവനും, മന്ത്രിക്കുന്ന മന്ത്രധ്വനികൾ മുഴുവനും അറിയുന്നവൻ. ബസീർ, ഏത് കൂരാകൂരിട്ടിലും നടക്കുന്ന സംഭവങ്ങൾ നിരീക്ഷിക്കുന്നവൻ, കാണുന്നവൻ. അള്ളാഹുവിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ കാഴ്ചകൾക്ക് മറയുണ്ട്, പരിധിയുണ്ട്, പരിമിതിയുണ്ട്. റബ്ബ് തആലയുടെ കാഴ്ചക്ക് ഒരു പരിധിയും ഒരു പരിമിതിയും ഇല്ല. അള്ളാഹുവിന്റെ അറിവിന് ഒരു പരിധിയില്ല, പരിമിതിയില്ല. ആ രൂപത്തിൽ വ്യക്തമായി അറിയുന്നവനാണ്, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു ഖബീറും ബസീറാണ്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. കണ്ണിന്റെ കട്ടുനോട്ടം അവൻ അറിയും, ഹൃദയങ്ങൾ മറച്ചു വെക്കുന്ന രഹസ്യങ്ങൾ അള്ളാഹു അറിയും. പിന്നെന്തിനാ അള്ളാഹു ആഖിറത്തിൽ ചോദിക്കുന്നത്? ആഖിറത്തിൽ ഇങ്ങനെ ചോദ്യം ഉണ്ടല്ലോ, നീ അത് ചെയ്തോ, ഇത് ചെയ്തോ, മറ്റേത് ചെയ്തോ, നിനക്ക് എന്നെ തന്നില്ലേ, ഇതിനെ ചോദ്യം. ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞ ചോദ്യം രണ്ടാലൊരു നേട്ടത്തിനാണ്. ഗുരുനാഥൻ ശിഷ്യനോട് ചോദിക്കുമ്പോൾ, അധ്യാപകന്മാർ ശിഷ്യനോട് ചിലപ്പം ചോദിക്കും, അറിയാത്ത കാര്യം ചോദിക്കും. അപ്പൊ അവിടെ ലക്ഷ്യം എന്താ? അറിയാത്തത് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു വിഷയമുണ്ട്, ഉസ്താദ് പരീക്ഷ നടത്തുമ്പോ ശിഷ്യനോട് ചോദിക്കും. ഗുരുനാഥൻ പരീക്ഷ നടത്തുന്ന സമയത്ത് ശിഷ്യന്മാരോട് ചോദിക്കും. അതേതാ സംഗതി? അത് അറിയാത്തതിന് വേണ്ടി ചോദിക്കല്ല, പിന്നെ അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്, അത് സ്ഥിരീകരിക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പൊ ആഖിറത്തിലെ ചോദ്യം അങ്ങനെയാണ്. നീ അറിഞ്ഞത് ഒന്നുകൂടി ഉറപ്പിക്കാൻ, ജനങ്ങൾക്ക് മുന്നിൽ സ്ഥിരീകരിക്കാൻ, അതിനൊരു ചോദ്യം.
അപ്പൊ മാലോകര മുന്നിൽ അള്ളാഹു ചോദിക്കുമ്പോ ഈ മനുഷ്യൻ തുറന്നു മറുപടി പറയുമ്പോൾ അവന് അറിയാത്ത വിഷയങ്ങൾ മാത്രമല്ല, അറിയാത്തത് അറിയിച്ചു കൊടുക്കും. പിന്നെ അറിയുന്നത് എല്ലാവരെയും മുന്നിൽ വെച്ച് ഒരു ഇഖ്റാർ, ഒരു ഖറാർ, ഒരു സമ്മതം, ഒരു ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അറിയാത്തതിനെ പറ്റി അറിയിച്ചു കൊടുക്കാൻ, അറിയുന്നതിനെ പറ്റിയോ അത് സ്ഥിരീകരിക്കാനും ഉറപ്പിക്കാനും. അതാണല്ലോ ആ ചോദ്യം, അല്ലാഹു തആലാന്റെ ആ ചോദ്യം. അത് ചെറിയ ചോദ്യമൊന്നുമല്ല. നിങ്ങൾ നോക്ക്, ഇവിടെ മിൻ ബാദി നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം ഒരുപാട് തലമുറകളെ നമ്മൾ നശിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് അല്ല, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശേഷം. വകം മഖ്ലഖിനാ മിനൽ ഖുറൂനി മിൻ ബാദി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശേഷം അങ്ങനെ നശിപ്പിക്കാൻ കാരണം, നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷമാണ് നിഷേധവും ഫസാദും കുഫറും ഒക്കെ പരസ്യമായ ആളുകളിൽ ലോഹിറായത്. മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധം എല്ലാ ഭാഗത്തും നിഷേധിക്കുക, അതുപോലെ തന്നെ കളവാക്കുക, കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അത് അധികരിച്ചു. ആ തലമുറകൾ എങ്ങനെ വിശദീകരിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഫജ്റിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇത് വിശദമായി വിശദീകരിക്കാൻ നേരല്ല, എന്നാലും തഫ്സീറിന്റെ കൂട്ടത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, അള്ളാഹു തആല നശിപ്പിച്ച തലമുറകൾ ഒറ്റ നോട്ടത്തിൽ ആ ചിത്രം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അലം തറ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ശരിക്കും അലം തറ എന്ന് ചോദിച്ച അർത്ഥം എന്താ? കണ്ടിട്ടില്ലേ എന്നാണ്, അല്ലെ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നേർക്ക് നേരെ അലം തറ എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ്. ഈ കണ്ടിട്ടില്ലേ എന്ന് ആദ്യമായി അള്ളാഹു ചോദിക്കുന്ന ആ ചോദ്യം ആദ്യം സംബന്ധിക്കുന്ന ആരോടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ. ആനക്കല സംഭവം നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടോ? ഇല്ല. തങ്ങൾ ജനിക്കുന്നതിന്റെ 50 ദിവസം മുമ്പാണ് സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ 50 ദിവസം മുമ്പാണ് അബ്രഹത്തിന്റെ ആ സംഭവം സംഭവിച്ചത്. ഈ ആയത്ത് സൂറത്തിറങ്ങുന്നത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ്, 40 ശേഷമാണല്ലോ, 40 വയസ്സിന് ശേഷം. അന്നത്തെ സംഭവത്തിന് സാക്ഷിയായ ചില ആളുകളൊക്കെ മക്കയിലുണ്ട്. പക്ഷെ തങ്ങളോട് അള്ളാഹു ചോദിക്കാണ് അലം തറ, കണ്ടിട്ടില്ലേ? വേറെയും കുറെ സ്ഥലത്തുണ്ട് കണ്ടിട്ടില്ലേ, നേർക്ക് നേരെ അർത്ഥതാ. അപ്പൊ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അർത്ഥം നേർക്ക് നേരെ കണ്ടിട്ടില്ലേ എന്നല്ല, അറിഞ്ഞിട്ടില്ലേ എന്നാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കണ്ടിട്ടില്ല. ആദ് ഗോത്രക്കാരെ ചെയ്തത് നബി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സമൂദ് ഗോത്രക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഈ ചോദ്യത്തിന്റെ അർത്ഥം ഖുർആൻ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നത് നേർക്ക് നേരെ കാണുന്നതിനേക്കാളും മറ്റൊരാൾ കണ്ട് വിവരിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സത്യസന്ധമായ വിവരണമാണ്. അപ്പോ കണ്ടതുപോലെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. കണ്ടതുപോലെ ഇൽമ്. ഞാനത് അറിയിച്ചു കൊടുക്കുന്നത് ആരാ? അല്ലാഹു തആല. കണ്ടതിനേക്കാളും വലിയ ഇൽമു കിട്ടും അറിയിച്ചു കൊടുക്കില്ല. കാണാൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂലോകത്തില്ലല്ലോ, ഓൽക്കടയില്ലല്ലോ. ആദ് ഗോത്രക്കാർ ചില്ലറക്കാരല്ല. അവരത്ര ആരോഗ്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. അവരാരോഗ്യത്തിന്റെ ഊക്ക് കൊണ്ടാണ് കിബിറിന്റെ ചോദ്യം ചോദിച്ചത്. ചരിത്രത്തിൽ അങ്ങനെ കിബിറിന്റെ ചോദ്യം ചോദിച്ചത് അവരെന്നെ ഉള്ളൂ. പടച്ച അല്ലാഹു തആല ഓർമ്മല്ല, അവർ ചോദിച്ചു അവരെ ഊക്ക് കൊണ്ട്, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാൾ കായിക ബലമുള്ളവരാരാണ്? അത്രയും ശക്തന്മാരാണ്, ചെറിയ ശക്തിയൊന്നുമല്ല. അതുകൊണ്ട് ആ ഖുർആൻ ഇപ്പുറത്ത് പറഞ്ഞത് അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. ഇറം എന്ന പ്രദേശത്തുള്ള ആളുകൾ, ഇറമുകാർ, ഇറം നാട്ടുകാർ. ദാത്തുൽ ഇമാദ് അല്ലെങ്കിൽ ഇറം എന്ന ഗോത്രക്കാർ, അങ്ങനെ തഫ്സീറുണ്ട്. ദാത്തുൽ ഇമാദ് വലിയ വലിയ കമാനങ്ങൾ നിർമ്മിക്കുന്ന, തൂണുകൾ നിർമ്മിക്കുന്ന ആളുകൾ. വലിയ തൂണ് നമ്മളെ നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് പോയാൽ കാണുന്ന ബുർജുകളെ പോലെയൊന്നുമല്ല. അതവരെ വലുപ്പത്തിന് എത്തുള്ളൂ, അവരെ വലുപ്പത്തിന് നീളത്തിന് എത്തുള്ളൂ. ഭൂമിയിൽ പഴയ കാലത്ത് സ്വർഗം പണിത ആളുകളാണ് ഈ ആദിന്റെ മക്കൾ. ആദ് എന്ന് പറയുന്ന ഒരു ഉപ്പാപ്പാന്റെ പേരാ. അതാണ് ആ ഗോത്രത്തിന് മൊത്തം വന്ന പേരാണ് ആദ്. ഒരു വാപ്പാന്റെ പേരാണ് ആദ് എന്നുള്ളത്. ഇവര് വലിയ നീളമുള്ള ആൾക്കാരാണ്. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു,
ഇവരെ നീളത്തെ പറ്റി മഹാനവറുകൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ചെറിയ നീളമൊന്നുമില്ല. ഖാന തൂലുർ റജുലി മിൻഹും, അവരിൽ നിന്ന് ഒരാളുടെ നീളം 400 ദിറായി, 400 മുഴണ്ട്. 400 മുഴന്ന് എത്ര? ഈ പള്ളി ഈ തട്ടും മേലെ തട്ടും കൂട്ടി അതിന് എത്ര മുഴണ്ടാകുക? നമ്മളിങ്ങനെ മുഴം കൈ കൊണ്ട് കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു 10-40 മുഴ ഉണ്ടാകും. ബാക്കി അങ്ങോട്ട് കൂട്ടി മേലോട്ട് 400 മുഴ. അതാ ഞാൻ പറഞ്ഞ ഇന്ന് നിർമ്മിതമായ ബുർജുകളൊക്കെ അവരെ നീളത്തിനോട് സമാനമാകുള്ളൂ. അതിന് മേലെയാണ് ഇവരെ നീളം. ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അവരെ പോലെ ആരോഗ്യവും ശക്തിയും ഉള്ള ആളുകളെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ലോകത്തിൽ. അള്ളാഹു പറയാം. അല്ലെങ്കിൽ മറ്റൊരു തഫ്സീർ, അവർ നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളെ പോലെയുള്ള നിർമ്മാണങ്ങൾ പിന്നെ ലോകത്ത് നടന്നിട്ടില്ല. ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണത്തിൽ കഴിവും ശക്തിയും ഉള്ള ആളുകളാണ്. വലിയ വലിയ പാറക്കല്ലുകളൊക്കെ അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉന്തി ഉണ്ട്. അവരെ കൈയൊക്കെ ഏകദേശം ഓരോ കൈയും ഓരോ JCB കൂട്ടും. അത്രയും നല്ല ശക്തന്മാരാണ്. അതുകൊണ്ടാണ് ആ കിബർ കൊണ്ട് അവർ ചോദിച്ച ചോദ്യമാണത്, മൻ അശദ്ദു മിന്നാ ഖുവ, ഞങ്ങളെക്കാളും ശക്തിയും ബലമുള്ളവർ ആരാണ്? അപ്പൊ അള്ളാഹു തിരിച്ചു ചോദിച്ചു, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ, അവരെ പടച്ച റബ്ബില്ലേ അല്ലാഹു തആല, ആ അല്ലാഹു തആല അവരെക്കാളും ശക്തിയുള്ള ആളാണ് എന്നൊന്ന് മനസ്സിലാക്കിക്കൂടെ ഇവർക്ക്? അത് ഗോത്രക്കാര് അവര് ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയവരാണ്. പടച്ചോനെ, അവര് ആദിന്റെ മക്കള് ഷദീദ് ഷദ്ദാദ് എന്നുള്ള മക്കള്, 2 മക്കള്, 2 പേരും അടക്കി ഭരിച്ചവരാണ്. ഷദീദ് മരിച്ചു, പിന്നെ ഷദ്ദാദിനായി ഭരണം. ഷദ്ദാദ് ഭരിക്കുന്ന അന്ന് ഭൂമിയിലെ രാജാക്കന്മാരെ മുഴുവനും ഷദ്ദാദിന്റെ ചൊൽപ്പടിക്ക് കീഴിൽ നിർത്തിയിട്ട് സ്വർഗത്തിനെ പറ്റിയുള്ള വാർത്ത അയാൾ കേട്ടപ്പോൾ അയാൾ തീരുമാനിച്ചൊരു സ്വർഗം ഭൂമിയിൽ ഉണ്ടാക്കണം. ഇത് തഫ്സീർന്നാ വായിക്കുന്നത്, ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തഫ്സീർന്നാ വായിക്കുന്നത്. അങ്ങനെ അദ്ദേഹം 300 വർഷം കഠിനാധ്വാനം ചെയ്തിട്ടാണ് സ്വർഗം ഉണ്ടാക്കുന്നത്. വലിയ ഒരു സിറ്റി, ചെറുതൊന്നുമല്ല. ഖുസൂറുഹാ മിനദ് ദഹബി വൽ ഫിദ്ദ, അതിന്റെ മാളികകളൊക്കെ സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുള്ള. കാരണം സ്വർഗത്തിൽ അങ്ങനെയാണ് കിട്ടുന്നത്. സ്വർഗത്തിനെ പറ്റി കേട്ട ഹദീസിൽ അങ്ങനെയല്ലേ? സ്വർഗത്തിന്റെ ചുമരും സ്വർഗത്തിന്റെ തൂണുകളൊക്കെ സ്വർണം വെള്ളിയല്ലേ? അപ്പൊ സ്വർണം വെള്ളി ഉപയോഗിച്ചു. അതുപോലെ തന്നെ തൂണുകളൊക്കെ, മാളികളൊക്കെ അങ്ങനെ, തൂണുകളൊക്കെ മിന സബർജദി വൽ യാഖൂത്ത്, ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളാണ് രണ്ടും. മുത്തും മാണിക്യമൊക്കെ ഉപയോഗിച്ചു. വ്യത്യസ്ത തരങ്ങളുള്ള മരങ്ങളും, അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരുപാട് ഒഴുകുന്ന നദികളുണ്ടല്ലോ. പാലിന്റെ നദി, തേനിന്റെ നദി, ഖംറിന്റെ നദി, വെള്ളത്തിന്റെ നദി. അതേപോലെ ഇയാൾ ഒഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നടത്തി. സുബ്ഹാനല്ലാഹ്, നിർമ്മാണം ഏകദേശം പൂർത്തിയായപ്പോൾ തന്റെ രാജ്യത്തെ ആളുകളെയും കൂട്ടിയിട്ട് അദൻ മരുഭൂമിയിലാണ് അദ്ദേഹം ഇങ്ങനെ നിർമ്മിച്ചത്. ഏഡൻ എന്ന് പറയും ഇന്ന് മരുഭൂമികൾ, വിശാലമായി കിടക്കുന്ന സഹാറ മരുഭൂമി. അത് കുറച്ചൊന്നുമില്ലല്ലോ, ഒരുപാട് വിശാലമായിട്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ചില ഹദീസിലൊക്കെ മഹ്ശറിന്റെ ഭൂമിയെ പറ്റി പറഞ്ഞപ്പോ അർളുൽ മഹ്ശരി അർളു സഹ്റ എന്നുണ്ട്. മഹ്ശറിന്റെ ഭൂമി സഹാറ മരുഭൂമിയാണ്. അത് എത്ര ഉണ്ട്? കുറച്ചൊന്നല്ല ഉള്ളത്, ഇഷ്ടം പോലെയാണ്. അതിന്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ഈജിപ്തിലൂടെ യാത്ര ചെയ്താൽ കാണാൻ പറ്റും, സഹാറ മരുഭൂമിയുടെ ഒരു ഭാഗം. അപ്പൊ ആ വിശാലമായ മരുഭൂമിയിൽ ഇതെല്ലാം ഉപയോഗിച്ച് വ്യത്യസ്ത രാഷ്ട്രത്തലവന്മാര് സൂക്ഷിപ്പിലുള്ള സ്വർണം വെള്ളി വരെ അദ്ദേഹം കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ട്. ആര്? ആദ് എന്ന് പറയുന്ന ഉപ്പാപ്പയുടെ മകനായ ഷദ്ദാദ്. ഭൂമിയിൽ സ്വർഗം പണിത ആളാ. എന്നിട്ട് ആ നിർമ്മാണം ഇങ്ങനെ പൂർത്തിയായപ്പോ ജനങ്ങളെയും കൂട്ടിയിട്ട് ഉദ്ഘാടനത്തിന് പോയതാ. ഫലമ്മാ കാന മിൻഹാ അലാ മസീറത്തി യൗമിൻ വലൈല, ആ സ്വർഗത്തിനോട് ഒരു രാത്രി ഇനി നടക്കാൻ ദൂരമേ ഉള്ളൂ, അത്ര അടുത്തെത്തിയപ്പോൾ ബഅസല്ലാഹു തആല അലൈഹിം സ്വൈഹതൻ മിനസ് സമാ,
മുകളിൽ നിന്ന് അല്ലാഹു തആല ഒരു അട്ടഹാസം അയച്ചു കൊടുത്തു. ഫഹലകൂ, അവരൊക്കെ നശിച്ചുപോയി. അട്ടഹാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് സങ്കല്പിക്കുന്ന അട്ടഹാസമല്ല. എത്രയോ വലിയ വലിയ ടീമുകളെ ഒരൊറ്റ അട്ടഹാസം കൊണ്ടാണ് അള്ളാഹു നശിപ്പിച്ചത്. ആരട്ടഹാസം എന്നറിയോ? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അന്താക്കിയ പ്രദേശക്കാരെ നശിപ്പിച്ചത് അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് യാസീനിൽ. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ആ നാട്ടുകാരിലേക്ക് മേൽഭാഗത്തുനിന്ന് നമ്മളൊരു സൈന്യത്തെയും ഇറക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ നശിപ്പിച്ചത്? ഇൻകാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാഹും ഖാമിദൂൻ. ഒരൊറ്റ അട്ടഹാസം, സ്വൈഹതൻ വാഹിദ. ജിബ്രീലിന്റെ ഒരൊറ്റ അട്ടഹാസം. ശബ്ദം കേൾക്കുന്നതിന് ഒരു പരിധിയില്ലേ? പരിധിയുണ്ട്. ശബ്ദം കേൾക്കുന്നതിന് നമുക്കൊക്കെ പരിധിയുണ്ട്. അതുപോലെ തന്നെ പ്രകാശത്തിൽ നോക്കുന്നതിന് കണ്ണിന് പരിധിയുണ്ട്. അതൊക്കെ പരിധി വിട്ടുപോയാൽ ഔട്ടായി പോകും. അതുകൊണ്ടാണ് ഞെട്ടുന്നത്. ഒരു പടക്കം പൊട്ടുന്ന ഞെട്ടുന്നത് എന്താ? അത് അത്ര ഊക്കിൽ കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് കുറച്ചുകൂടി അടുത്തുനിന്നാണെങ്കിലോ തീർച്ചയായും പോകും. നേരെ നമ്മൾ ഓർക്കാപ്പുറത്ത് നമ്മളെ ഇങ്ങനെ നിൽക്കുമ്പോ അടീന പൊട്ടണമെങ്കിലോ ഈ നിൽക്കുന്ന നൃത്തത്തിൽ നിന്ന് അങ്ങോട്ട് തെറിച്ചു. അത് ചെറുതാ. ഇത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സ്വൈഹത്തുൻ വാഹിദ. ഒരൊറ്റ അട്ടഹാസം അട്ടഹസിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, നോക്ക് നിങ്ങൾ, ഫഇദാഹും ഖാമിദൂൻ. ഹമദ എന്ന് പറഞ്ഞാലേ തീ കെടുന്നതിനാണ് ഹമദ എന്ന് പറയുന്നത്. നമ്മളെ മൗലൂദിലില്ല ഹമദത്തിന് 6 ഫാരിസ. തീ കെട്ടുപോകുന്നതിനാണ് അറബിയിൽ ഹമദ എന്ന് പറയുന്നത്. എന്താ ഇപ്പൊ ഇവരെ പറ്റി അള്ളാഹു ഖാമിദു എന്ന് പറഞ്ഞത്? ഒന്ന് അനങ്ങിയിട്ടും കൂടി ഇല്ല. തീ കെട്ടുപോകും പോലെ അട്ടഹാസം അങ്ങോട്ട് കേട്ടപ്പോ മരിച്ചു. കാലും കയ്യൊന്ന് ഇളക്കിയിട്ടും കൂടി ഇല്ല. അത്ര വേഗത്തിൽ മരിച്ചു. അള്ളാഹു തആല ശിക്ഷ. ഈ സ്വർഗ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ശദ്ദാദിനെയും കൂട്ടരെയും ഒരൊറ്റ അട്ടഹാസം മേൽഭാഗത്ത് ഫഹലകു, ഒക്കെ നശിച്ചു. കാരണം ധിക്കാരെ അള്ളാഹു തആലാന്റെ സ്വർഗം പോലെ ഒരു സ്വർഗം ഇവിടെ പണിയാൻ തീരുമാനിച്ചാൽ എങ്ങനെ? അതും ഭൂമിയിൽ. ഇതൊക്കെ അവർ ചെയ്ത ധിക്കാരങ്ങളായിരുന്നു. നാട് മൊത്തം അടക്കി ഭരിച്ചിട്ട് ചെയ്ത കാര്യങ്ങൾ. വലിയ വലിയ തൂണുകൾ ഉണ്ടാക്കി വെക്കും. ആ തൂണുകളുടെ മുകളിൽ കയറിയിരിക്കും കാറ്റടിച്ച് വീശുന്ന സമയത്ത്. വലിയ തൂണുകൾ. അതും ചെറിയ ചെറിയ തൂണുകളൊന്നല്ല, പെട്ടെന്ന് കയറാൻ പറ്റാത്ത രീതിയിൽ. അവരെ നാടിന് പറയുന്ന പേരായിരുന്നു ഇറം. മറ്റൊരു വിഭാഗമാണ് സമൂദ്. സമൂദല്ലദീന ജാബു സ്വഖ്റ ബിൽ വാദ്. അവരാരോഗ്യമാണ് അള്ളാഹു പഠിപ്പിച്ചത്. സമൂദ് ഗോത്രക്കാര് അവര് പാറകൾ അങ്ങനെ തുരക്കും. ജാബു സ്വഖ്റ ബിൽ വാദ്. വാദി ഖുറ എന്ന് പറയുന്ന പ്രദേശത്ത്, വാദി ഖുറ എന്ന് പറയുന്ന പ്രദേശത്ത് എങ്ങനെ തുരക്കും? കൈകൊണ്ട് ഇങ്ങനെ തുരക്കും. അവരെ കൈകളെ കൊണ്ട് ശരിക്ക് കല്ലൊക്കെ മുറിച്ച് റെഡിയാക്കി. എന്താണ് ആ കൈ സഹോദരങ്ങളെ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എന്താണ് ആ കൈ? ഇന്നിപ്പോ നമ്മൾ പാറ മുറിക്കുന്ന ഉപകരണങ്ങൾ കണ്ടിട്ടില്ലേ? പലതും ഇങ്ങനെ പൊടിപൊടിയായിട്ട് ഇങ്ങനെ പൊട്ടിക്കണോ മറ്റൊക്കെ. ഇത് മനുഷ്യന്മാരാണ്. ജാബു എന്ന് പറഞ്ഞാൽ, ജാബ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മുറിച്ചു എന്നാണ്. അവ്വലു മൻ നഹതൽ ജിബാല വസ്സുഹൂറ വറുഖാമ സമൂദ്. ഈ നമ്മൾ ഉപയോഗിക്കുന്ന കല്ലുകളുണ്ടല്ലോ, മുറിച്ചെടുക്കുന്ന കല്ലുകൾ, ഇത് മാർബിള്, അതുപോലെ നല്ല നല്ല മിനുസമുള്ള പാറക്കല്ലുകൾ. മിനുസാക്കുന്നതാണല്ലോ. പർവ്വതങ്ങളൊക്കെ തുരന്ന ആദ്യത്തെ ടീം സമൂദ് ഗോത്രക്കാരാണ്. 1700 നഗരങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. കുല്ലുഹാ മിനൽ ഹിജാറ. മുഴുവൻ കല്ലുകൊണ്ടുള്ള സിറ്റിയാണ്. കല്ല് മാത്രം. എല്ലാം, എല്ലാ ഭാഗവും. അതിന്റെ ഒരു വാതില് തുറക്കാനുള്ളത്, വാതില് പോലും കല്ലിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള കഴിവുള്ള ആൾക്കാർ സമൂദ് ഗോത്രക്കാർ. പക്ഷെ പറയുന്നത് കേൾക്കണ്ടേ? അവരെ അനുസരിക്കൂല. അവരൊക്കെ അല്ലാഹു തആല ശിക്ഷ കൊടുത്തു. സമൂദ് ഗോത്രക്കാർക്ക്
വന്ന നബിയായിരുന്നു സ്വാലിഹ് അലൈഹിസ്സലാം. നേരത്തെ പറഞ്ഞ ആദ് ഗോത്രക്കാർക്ക് വന്ന നബിയായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. ഇത്രയും കഴിവും ശേഷിയും അല്ലാഹു തആല കൊടുത്തിട്ട് അള്ളാഹുവിനൊന്ന് വിശ്വസിക്കാൻ, ആ നബിമാരൊന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രല്ല, ചോദിച്ച ദൃഷ്ടാന്തല്ലേ അള്ളാഹു കൊടുത്തത്. സമൂദ് ഗോത്രക്കാരെന്താ ചോദിച്ച ദൃഷ്ടാന്തം? ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കണോ? ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന പാറക്കല്ലിൽ നിന്ന് 10 തികഞ്ഞൊരൊട്ടകം കൊണ്ടുവരണം. വന്നാ മാത്രം പോരാ, പ്രസവിക്കുകയും വേണം. പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു ദൃഷ്ടാന്തത്തെ കൊടുത്തു. അള്ളാഹു ദൃഷ്ടാന്തത്തെ കൊടുത്താൽ പിന്നെ അള്ളാഹു തആല പറയുന്ന തീരുമാനം കേൾക്കണം. കാരണം കൊടുക്കുന്ന ആൾ അള്ളാഹു തആലല്ലേ. പിന്നെ തീരുമാനം കേൾക്കണ്ടേ? ഇത് മനുഷ്യന്മാരുടെ നിയമം മാത്രം അംഗീകരിക്കുക, അള്ളാഹുവിന്റെ നിയമം അംഗീകരിക്കാൻ പറ്റൂല പറഞ്ഞാൽ ഇത് കൊടുക്കുന്ന ആൾ അള്ളാഹു തആല. അപ്പൊ അള്ളാഹു തആല അതിന് കണ്ടീഷനും വെക്കും. അതെല്ലാ സംഗതിക്കും തന്നെ. നമ്മളെ ഉമ്മത്തിലുള്ള മക്കാരായ കുറെ ആൾക്കാർ ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചപ്പോ അള്ളാഹു തആല ഒരു നബിയെ തരാം, എന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പൂർവികരോട് സ്വീകരിച്ച പോലെ ശിക്ഷ ഞാൻ കൊടുക്കുന്നു. അപ്പൊ റഹ്മത്തുൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷിക്കുന്നത് കാണാനേ കഴിയില്ല. അതുകൊണ്ട് വേണ്ട, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ. എന്തെല്ലാം ചോദിച്ചിരുന്നവര് സൂറത്തുൽ ഇസ്രായിന്റെ അവസാനത്തിൽ തന്നെ അത് എണ്ണി പറയുന്നുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞ സമയം ദീർഘിച്ചു. ഇരിക്കട്ടെ, ആ ഒട്ടകത്തിനെ കൊടുത്തപ്പോ അല്ലാഹു തആല അവരോട് കണ്ടീഷൻ വെച്ചു. എന്താ കണ്ടീഷൻ? നിങ്ങളിപ്പോ കുടിക്കുന്ന വെള്ളമുണ്ട്, വലിയ ടാങ്കിൽ നിന്ന് നിങ്ങൾ എടുത്തു കുടിക്കുന്ന വെള്ളം, ആ വെള്ളം ഒരു ദിവസം നിങ്ങൾ കുടിക്കും. 2ാമത്തെ ദിവസം നിങ്ങൾ ഈ ഒട്ടകത്തിന്റെ പാല്, എല്ലാവർക്കും തികയണ ഒട്ടകത്തിന്റെ പാല്, ഒരുപാട് ഒട്ടകമൊന്നുമില്ല, പാല് കുടിക്കും. അന്ന് നിങ്ങളുടെ ടാങ്കിലുള്ള വെള്ളം ഒട്ടകം കുടിക്കും. അപ്പൊ എത്ര പാല് കറക്കണം? എല്ലാവർക്കും തികയണമെങ്കിൽ എത്ര പാല് കറക്കണം? ഇജാതി ആരോഗ്യമുള്ള ആൾക്കാർക്ക് ഒരു ഗ്ലാസ് പാലെടുത്തൊരു കാര്യമുണ്ട്. അങ്ങനെ അവര് സുഖസുഷുപ്തരായി ജീവിക്കാൻ അള്ളാഹു കൊടുത്ത ദൃഷ്ടാന്തത്തിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞിരുന്നു, വലാ തമസ്സൂഹാ ബിസൂഇൻ ഫയഖുദകും അദാബുൻ അദീം. ഈ ഒട്ടകത്തിനോട് ഒരു ദുഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്യരുത്, നിങ്ങൾക്ക് വലിയ ശിക്ഷ നിങ്ങളെ പിടികൂടും. നിങ്ങൾക്കിപ്പോ അല്ലാഹു തആല തന്ന ദൃഷ്ടാന്തത്തിൽ നിങ്ങൾ സ്വീകരിച്ച് തൃപ്തിപ്പെട്ട് വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാണ്. മഹാനവറുകൾ ഒരു യാത്ര പോയപ്പോ കുറച്ചാൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ചർച്ച ചെയ്തു. മുമ്പൊക്കെ നമുക്ക് എന്നും വെള്ളം കിട്ടിയിരുന്നു, ഇപ്പൊ ഒരു ദിവസം വെള്ളം മറ്റൊരു ദിവസം പാലുമായി. അത് ശരിയാണ്, നന്ദികേടിന്റെ ഭാഷയാണ്. അതിനിപ്പോ തടസ്സം ഈ ഒട്ടകാണ്. അതിനങ്ങോട്ട് അർത്ഥം എന്നും വെള്ളം കിട്ടും. അങ്ങനെയാണ് അതിന് പറ്റിയ ആൾക്കാരെ അവർ തെരഞ്ഞെടുത്ത്. ഖുദാർ ബിൻ സാലിഫ് മുന്നോട്ട് നീങ്ങിയിട്ട് എല്ലാവരും കൂടി അയാളെ ചട്ടം കെട്ടി അയച്ച് ഒട്ടകത്തിന് അർത്ഥം. ഒട്ടകത്തിന് അർത്ഥപ്പോഴേക്ക് അവരുടെ അവസ്ഥ മാറി. എന്നിട്ടും അല്ലാഹു തആലാന്റെ റഹ്മത്ത് നോക്ക് നിങ്ങൾ. അവർ തൗബ ചെയ്ത് മടങ്ങുന്നോ? മടങ്ങണമെങ്കിൽ മടങ്ങാമെന്ന് കരുതിയിട്ട് തമത്തഉ ഫീ ദാരിക്കും സലാസത അയ്യാം, 3 ദിവസം നിങ്ങളെ ഭവനങ്ങളിൽ നിങ്ങൾ താമസിച്ചോളൂ. എന്തിനായി 3 ദിവസം? ചിന്തിച്ച് മടങ്ങണമെങ്കിൽ മടങ്ങാനാണ്. 3 ദിവസം കഴിഞ്ഞാൽ ശിക്ഷ വരും. അതൊരു വാഗ്ദാനമാണ്, കളവല്ലാത്തൊരു വാഗ്ദാനമാണ്, നടക്കുക തന്നെ ചെയ്യും. ശക്തമായ ശിക്ഷ വന്നു. വലിയ പ്രകമ്പനത്തിൽ അവരെ അല്ലാഹു തആല നശിപ്പിച്ചു. ആ നാട് തന്നെ അല്ലാഹു തആല മാറ്റിയെടുത്തു. പിൽക്കാലത്ത് സമൂദ് ഗോത്രക്കാർ താമസിച്ചിരുന്ന പ്രദേശത്തുകൂടെയായിരുന്നു തബൂക്കിലേക്കുള്ള യാത്ര. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ അവസാനം സംബന്ധിച്ച യുദ്ധമാണ് തബൂക്ക് യുദ്ധം. തബൂക്കിലേക്ക് പോകുമ്പോ അത് വഴി തങ്ങൾ പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അസ്രിഉസ് സൈർ, സ്പീഡിൽ യാത്ര ചെയ്യണം. ഫഇന്നകും ഫീ വാദിൻ മൽഊൻ, നിങ്ങൾ ഇപ്പോ എത്തിയിരിക്കുന്നത് ശാപമുള്ള ഒരു മലഞ്ചെരുവിലാണ്, ശപിക്കപ്പെട്ടൊരു ചെരുവിലാണ്. ഇവിടെ താമസിക്കാൻ പറ്റൂല, പെട്ടെന്ന് പോകണം. ഒട്ടകത്തെ എല്ലാവരും ഹൈ സ്പീഡിൽ വിടുമെന്ന് പറഞ്ഞു. കുതിരകളൊക്കെ പെട്ടെന്ന് വിടാൻ. ഒരു വെള്ളം ഇവിടെ നിന്ന് എടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞു. തങ്ങളെ നിർദ്ദേശം എത്തുന്നതിന്റെ മുമ്പ് ഏത് യാത്രക്കും മുന്നിൽ പോകുന്ന ഒരു സംഘം ഉണ്ടാവും, തടസ്സങ്ങളൊക്കെ മറ്റും നോക്കാൻ വേണ്ടി. അവരെന്ത് ചെയ്തു? നേരത്തെ ഈ സ്ഥലത്തെത്തിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട്
പത്തിരി ചുടാൻ വേണ്ടിയിട്ട് പൊടി കുഴച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ കുറെ കിണറുണ്ട്, ആ കിണർന്ന് കുടിക്കാൻ പാടില്ല, മുക്കാൻ പാടില്ല എന്നൊക്കെ തങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തേ നിങ്ങൾ ചെയ്തു വെച്ചു? ഞങ്ങൾ പത്തിരി ചുടാൻ വേണ്ടി പൊടി കുഴച്ചു വെച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിച്ചെറിയാൻ പറഞ്ഞു, ആ വെള്ളം കൊഴിച്ചു കളയാൻ പറഞ്ഞു. തിന്നാൻ പറ്റൂല എന്നാണ്, കുടിക്കാൻ പറ്റൂല, കാരണം ശിക്ഷ ഇറങ്ങിയ സ്ഥലമാണ്. ഇത് തന്നെയാണ് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ ശിക്ഷിച്ചിടത്ത് അൽ ബഹറുൽ മലീഹ്, ഉപ്പ് രുചിയുള്ള വൃത്തികേടായ ഒരു ചാവുകടലുണ്ട്. അവിടെ തന്നെ ബോർഡ് കാണാൻ, വെള്ളം എടുക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല. പക്ഷെ കഥല്ലാത്ത ജനങ്ങൾക്ക് എന്ത് പോലെ അതിലും കുളിച്ച് ആ വെള്ളം കണ്ടാല് ഒരു ചലം പോലൊത്തൊരു വെള്ളം, അതിന്റെ മണം സുബ്ഹാന മൻ ജല്ല. കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കൈ ഒരു സോപ്പൊന്നും മതിയല്ലോ, കൈ വൃത്തിയാക്കാൻ. വെള്ളത്തിന്റെ നിറവും അതിന്റെ മണവും കണ്ടു. എന്നിട്ട് മനുഷ്യന്മാർ പിന്നെ അതില് മുങ്ങാൻ പോകുക. അവിടെ സർക്കാരിന്റെ വക ബോർഡുണ്ട്, അൽ ബഹറുൽ മലീഹ്, കുടിക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ ഞങ്ങൾ ഉത്തരവാദിയാവോ എന്നൊക്കെ എഴുതിച്ചു. ആർക്കുണ്ടത്? മനുഷ്യന്മാർക്ക് വല്ല കഥ ഉണ്ടെങ്കിലല്ലേ. ഈ വരുന്ന കുറെ യൂറോപ്യൻ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട്, അവർ ഇത്തിരി പോകുന്ന എന്തെങ്കിലും വസ്ത്രം ഇട്ടിട്ട് അതിലേക്ക് അവർക്കെന്ത് എന്ത് ബഹറുൽ മലീഹ്. ഇങ്ങനത്തെ ദൃഷ്ടാന്തങ്ങളും കാര്യങ്ങളൊക്കെ ഖുർആനിലുണ്ട് എന്നുള്ളത് അവരൊക്കെ വായിച്ചു പഠിച്ചിട്ടുണ്ട്. പല വിഷയങ്ങളിൽ നിന്നും അവരും വായിക്കാറുണ്ട്. ഹോളി ഖുർആൻ ഇംഗ്ലീഷിലുണ്ട്, ഉറുദുവിലുണ്ട്, അവരും വായിക്കാറുണ്ട്, തിരിയാത്തവരൊന്നുമല്ല. പക്ഷേ അതങ്ങ് അനുസരിക്കാനും ഉൾക്കൊള്ളാനും കഴിയൂല. അള്ളാഹുവിനെ അനുസരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ നിർദ്ദേശങ്ങളും അനുസരിക്കാൻ കഴിയൂല. അവരങ്ങനെ ചെയ്യും. പോകുന്നതിന്റെ തബൂക്കിലേക്ക് പോകുന്നതിന്റെ തലേന്ന് സ്വഹീഹ് മുസ്ലിം കാണാം ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നക്കും സതഅതൂന ഗദൻ ഇൻഷാ അല്ലാഹ് ഐന തബൂക്ക്. നാളെ നിങ്ങൾ തബൂക്ക് തടാകത്തിന്റെ അടുത്തുകൂടെ പോകും. അവിടെ നിങ്ങൾ എത്തിയാൽ പകൽ സമയത്ത് അവിടെ എത്തുമ്പോ ഫമൻ ജാഅഹാ മിൻകും ഫലാ യമസ്സ മിൻ മാഇഹാ ശൈഅൻ ഹത്താ ആതിയ. ഞാൻ വരുന്നത് വരെ അവിടെയുള്ള തടാകത്തിൽ നിന്ന് ഒരൊറ്റ ആളും വെള്ളമെടുക്കരുത്. സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ ചെന്നു, ഞങ്ങളെ മുമ്പ് രണ്ടാൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ രണ്ടാൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ തടാകം ഞങ്ങൾ അവിടെ കണ്ടു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ മസസ്തുമാ മിൻ മാഇഹാ ശൈഅൻ, ആ തടാകത്തിന്റെ വെള്ളത്തിൽ നിങ്ങൾ വല്ലതും എടുത്തോ? അവര് പറഞ്ഞു അതെ. ഫസബ്ബഹുമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചീത്ത പറഞ്ഞു. പറയാൻ ഉദ്ദേശമൊക്കെ പറഞ്ഞു, ഒഴിച്ചു കളയാൻ പറഞ്ഞു. ശിക്ഷ ഇറങ്ങിയ സ്ഥലത്താണ്. അവിടെ അങ്ങനെ നിൽക്കാനും താമസിക്കാനും സന്തോഷത്തോടെ കാണാനും പറ്റും. ഒരു കാഴ്ച കണ്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പെട്ടെന്ന് അവിടെ നിന്ന് പോകാന്നല്ലാതെ പെട്ടെന്ന് സ്പീഡിൽ പോകാനാ തങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല പഠിപ്പിക്കുന്നു, ഒറ്റ ഒരു സൂറത്തിൽ വരി വരിയായിട്ട് പഠിപ്പിക്കുന്നു. ഇവരൊക്കെ പഴയ കാലത്ത് ആരായിരുന്നു? നൂഹ് നബിക്ക് ശേഷം വന്ന തലമുറകൾ. കടുത്ത രൂപത്തിൽ ജീവിച്ച് പ്രവർത്തിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് മതിമറന്ന് ജീവിച്ചിട്ട് അള്ളാഹു നശിപ്പിച്ചവർ ഫിർഔൻ. ഖുർആൻ അവരെ പറ്റി പറഞ്ഞു നോക്ക് നിങ്ങൾ. ദിൽ ഔതാദ്. സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു പറഞ്ഞ ഒറ്റ വിശേഷണമാണ് ഫിർഔന ദിൽ ഔതാദ്. ആ വിശേഷണത്തെ വിശദീകരിച്ചുകൊണ്ട് 6 വ്യാഖ്യാനങ്ങൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഈ ഔതാദ് എന്നുള്ള വാക്ക് വന്നത് ആണി വെച്ച് മേടി ഉറപ്പിച്ച്, നല്ല ഉറപ്പുള്ള ഒരു വീട്, ആണി വെച്ച് മേടി ഉറപ്പിച്ച വീടാണ്. എന്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് സംഭവിച്ചാലൊന്നും പെട്ടെന്നൊന്നും ആകൂല. അതുപോലെയുള്ള ആ പദം ഫിർഔനിവിടെ കൊണ്ടുവന്നത് അവന്റെ അധികാരത്തിന്റെയും ഭരണത്തിന്റെയും മേൽക്കോയ്മ കൊണ്ടാണ്. എന്താണെന്നറിയോ? കാരണം പ്രതിപക്ഷമില്ലാതെ ഭരണം നടത്തുന്ന ആളാണ് ഈ ഫിർഔൻ. പ്രതിപക്ഷമല്ല, ഒരു പക്ഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്വേച്ഛാധിപത്യം കൂടുതലാണ്. കാരണം മറ്റൊരു പക്ഷം ഉണ്ടാകുമ്പോഴാണ് ഒക്കെ നടക്കാതിരിക്കുക. സ്വേച്ഛാധിപതിയായി ഭരണം നടത്തുന്ന ആളായതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കാണ് ദിൽ ഔതാദ്. അവന്റെ ഭരണം, അവന്റെ അധികാരം അത്ര വലുതായിരുന്നു. രണ്ടാമത്തെ ഒന്ന് കാരണം പറഞ്ഞത്, അവന് പൊതുവേ ഒരു സ്വഭാവമുണ്ട്. ശിക്ഷിക്കാൻ കൊണ്ടുവരുന്ന ആളുകളെ ഒരു പലകയുടെ മുകളിൽ കടത്തിയിട്ട് അതിന്റെ 4 ഭാഗത്തും ആണിയടിക്കും. ഈ പലകന്റെ 4 ഭാഗത്തും. എന്നിട്ട് ആ ആണി അടിച്ച ഭാഗങ്ങളിലേക്ക് 2 കൈയും 2 കാലും പിടിച്ചങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ട് അങ്ങനെ കെട്ടി ആ മനുഷ്യനെ ഒന്നും കൊടുക്കാതെ അങ്ങോട്ട് മരുഭൂമിയിൽ വലിച്ചെറിയും, മരിക്കുന്നത് വരെ. അതുകൊണ്ട് അതില്ല ഔതാദ് അല്ല. വേറൊരു അഭിപ്രായ പ്രകാരം 4 ആണിക്കിടയിൽ ശിക്ഷിക്കുന്ന ആളെ ഇട്ടിട്ട്
അയാളെ ശരീരത്തിലേക്ക് തേളുകളെയും പാമ്പുകളെയൊക്കെ അടിച്ചുവിടുന്ന ഒരു സ്വഭാവം ഇവനുണ്ടായിരുന്നു. അതല്ല, ഖത്താദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഔത്താദ് എന്ന് പറഞ്ഞാല് ആണി അടിച്ചിട്ട് വിവിധ രൂപത്തിൽ കളിക്കളങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ കളിക്കാൻ പോകുന്ന ആളായിരുന്നു ഫിറഔൻ. അവൻ ഒരുപാട് കളിക്കേന്ദ്രങ്ങൾ ഉണ്ടാക്കും വിവിധ നാടുകളിൽ. ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, വേറെന്തോ ഒരു കേന്ദ്രം വന്ന് ഒരു തൂണൊക്കെ വെച്ചിട്ട് അതേ മോഡൽ. പഴയകാലത്ത് ആണി എന്ന് പറഞ്ഞപ്പോ തൂണ് എന്ന് പറയാം. രണ്ടും ഏകദേശം ഒന്നിനെ വ്യത്യാസമൊന്നുമില്ല, കളി ഒന്നല്ലേ. അങ്ങനെ കളിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇവന്റെ ഈ കഴിവ് കൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ, മിസ്രിലെ വിവിധ സ്ഥലങ്ങളിൽ. അല്ല, ഔത്താദ് എന്ന് പറഞ്ഞാൽ അവന്റെ സൈന്യത്തിന്റെ വർധനവ് കൊണ്ട് പറയുന്ന പേരാണ്. ഏറ്റവും സൈന്യം അധികരിച്ച രാജാവായിരുന്നു ഫിർഔൻ. ചെറിയ ആളൊന്നല്ല. ആണി അടിച്ച് അവൻ ശിക്ഷ കൊടുത്ത വലിയ മഹതിമാരാണ് ബഹുമാനപ്പെട്ട ബീവി ആസിയ റളിയല്ലാഹു അൻഹയും മാഷിത ബീവി റളിയല്ലാഹു അൻഹയും. ഞാൻ ആ ചരിത്ര വിശദീകരണത്തിലേക്ക് ഇപ്പൊ പോകുന്നില്ല, പോയാൽ കുറേ അത് പറയാൻ പറ്റും. കടുത്ത ശിക്ഷയല്ലേ കൊടുത്തത്. നിങ്ങൾ നോക്ക്, ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ അവൻ ശിക്ഷിക്കുമ്പോ ആസിയ ബീവി റളിയല്ലാഹു അൻഹ അവന്റെ കൂടെ അവൻ തെരഞ്ഞെടുത്ത പത്നിയാണ്. പക്ഷെ ഒരിക്കൽ പോലും ആസിയ ബീവിയെ ഫിറൗന് ബന്ധപ്പെട്ടിട്ടില്ല. അന്നഹു ഇന്നീനുൻ, ബന്ധപ്പെടാനുള്ള ഒരു കഴിവ് ഫിറൗനില്ല. ആ ആസിയ ബീവി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഭാര്യയാണ് സ്വർഗത്തിൽ. ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, വേറൊരാൾ കല്യാണം കഴിച്ച് ബന്ധപ്പെട്ട ആളാണോ ഭാര്യയായി വരുന്നത്? അപ്പൊ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, ബന്ധപ്പെട്ടിട്ടില്ല, ബന്ധപ്പെടാനുള്ള കഴിവൊന്നും അയാൾക്കില്ല. അങ്ങനെ കുറെ വീമ്പളക്കാനും ശിക്ഷിക്കാനുള്ള കഴിവുള്ളൂ. പിന്നെ അയാൾ സൗന്ദര്യവും തറവാടൊക്കെ കണ്ടിട്ട് ആസിയ ബീവിയെ അങ്ങോട്ട് അന്വേഷിച്ച് കല്യാണം കഴിച്ചു. ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹ വിശ്വസിച്ച് വിശ്വാസം പ്രകടിപ്പിച്ച് ഉറച്ചു നിന്നപ്പോ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ആസിയ ബീവി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് മാഷിത ബീവിയെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ കാണും വിധമാണ് ബലിയറുത്തത്. മാഷിത ബീവിയെ അറുക്കുന്നതിന്റെ മുമ്പ് ചെറിയ കുട്ടിയാണ്, സംസാരിക്കാൻ പ്രായമെത്താത്ത കുട്ടി. വലിയൊരു കുട്ടിയെ ആദ്യം അറുത്തു. ചെറിയ കുട്ടിയെ നെഞ്ചോട് ചേർത്തിട്ട് ആ കുട്ടിയെ അങ്ങനെ കിടത്തിയിട്ട് അറുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോ മഹദിക്ക് സങ്കടം കൊണ്ട് മഹദി വിറച്ചുപോയി. മാഷിത ബീവി വിറച്ചപ്പോ ഈമാനിൽ നിന്ന് പിറകോട്ട് പോകുമോ എന്ന് കരുതിയിട്ട് ചെറിയ കുട്ടിയെ, സംസാരത്തിന് പ്രായമെത്താത്ത കുട്ടിയെ അള്ളാഹു സംസാരിപ്പിച്ചു. ആ കുട്ടി ഉമ്മയുടെ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, യാ ഉമ്മാ ലാ തജ്സഈ, ഒരിക്കലും ദുഃഖിക്കരുത്, വിഷമിക്കരുത്. ഫഇന്നല്ലാഹ തആല ഖദ് ബനാ ലകി ബൈതൻ ഫിൽ ജന്ന ഇസ്ബിരി, ക്ഷമിക്കണേ ഉമ്മ, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ഫഇന്നക തഫ്ളീന ഇലാ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലേക്കും ബഹുമാനത്തിലേക്കുമാണ് പോകുന്നത്, ഒരിക്കലും വിഷമം വേണ്ട. ആ ചെറിയ കുട്ടിയെയും നെഞ്ചോട് ചേർത്തിട്ട് അവരെ അറുത്തു. ഏറെ താമസിയാതെ മാഷിത ബീവി റളിയല്ലാഹു അൻഹയും മരണപ്പെട്ടുപോയി. ഫിർഔന് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് മാഷിത ബീവിയെ, ആസിയ ബീവിയെ കാണാൻ വേണ്ടി വന്നു. ആസിയ ബീവിയുടെ അടുത്തേക്ക് വന്നപ്പോ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനൊരു മുസ്ലിമായിട്ട് അവിടെ ഇങ്ങനെ ജീവിക്കുമ്പോ ഇനി എങ്ങനെ ഇവനെ സഹിക്കാം? അപ്പൊ ഈ കാര്യങ്ങൾ ഇങ്ങനെ ആസിയ ബീവിയോട് ഈ അർത്ഥവും കാര്യങ്ങളൊക്കെ ഇവനിങ്ങനെ പങ്കുവെക്കുമ്പോ ഇതൊക്കെ ആസിയ ബീവി കണ്ടിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഫിർഔന് കടന്നു വന്ന്, ഫിർഔന് ആസിയ ബീവിന്റെ അടുത്തേക്ക് വന്നപ്പോ അടുത്ത് വന്നിരുന്നു. ആസിയ ബീവി ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ചോദിക്കാണ്, പടച്ചോനെ, ഞാനൊരു മുസ്ലിമായിട്ട് കൈഫ യസഉനി അൻ അസുറ അലാ മാ യഫ്അലു ഫിർഔൻ വാന മുസ്ലിമാ വഹുവ കാഫിർ, ഞാൻ എങ്ങനെ ഇവന്റെ കൂടെ എങ്ങനെ കഴിയും? അവനൊരു സത്യനിഷേധിയാണ്. ഈ ക്രൂരതൊക്കെ ചെയ്ത ഇവന്റെ കൂടെ ഇനിയും ഞാൻ എങ്ങനെ കഴിയും? ഇതിങ്ങനെ സ്വന്തം മനസ്സോട് ഇങ്ങനെ ആത്മകഥ ചെയ്ത് നിൽക്കുമ്പോ പെട്ടെന്ന് ഫിർഔൻ അങ്ങോട്ട് വന്നു. അടുത്ത് വന്നിരുന്നപ്പോ പറഞ്ഞു, യാ ഫിർഔൻ അൻത അശറുൽ ഖൽഖി വഅഖ്ബസുഹും, നിങ്ങൾ സൃഷ്ടികളിൽ ഏറ്റവും വൃത്തികെട്ടവനാണ്, ഏറ്റവും ദുഷിച്ച ആളാണ് നിങ്ങൾ. ആ പാവപ്പെട്ട പെണ്ണിനെ നിങ്ങൾ ബലിയർത്തില്ലേ? അപ്പൊ ഫിർഔൻ ചോദിക്കാണ്, നിനക്കെന്തോ ഭ്രാന്തുണ്ടോ? എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്?
പിന്നെ ചോദിച്ചു, ആ പെണ്ണിലുള്ള അതേ ഭ്രാന്ത് നിനക്കുണ്ടോന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഈമാനാണ് ചോദിക്കുന്നത്. മഹദി പറഞ്ഞു, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, പക്ഷേ ശരിക്ക് ഭ്രാന്തൻ വൈന്നമൽ മജ്നൂനു മൻ യക്ഫുറു ബില്ലാഹ്, യഥാർത്ഥ ഭ്രാന്തൻ അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തവനാണ്. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വഹ്ദഹു ലാ ശരീക ലഹു. നിനക്ക് അധികാരം എവിടെ? ഈ മിസ്റിലാണ്. അല്ലാഹു തആലാക്ക് അധികാരം മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ. ഇത്രയും വിശാലത അധികാരമുള്ള അല്ലാഹു തആലാനെ വിശ്വസിക്കാത്ത നീയല്ലേ ശരിക്കും മജ്നൂൻ? മഹദിയെയും 4 ആണികൾക്കിടയിൽ നീട്ടിക്കിടത്തി ശിക്ഷിക്കാൻ തുടങ്ങി. ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നു, ഫഫതഹല്ലാഹു ലഹാ ബാബൻ ഇലൽ ജന്ന. ആസിയ ബീവിക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്നൊരു കവാടം ഇങ്ങനെ തുറന്നു കൊടുത്തു. ഈ ശിക്ഷയൊന്നും അറിയാതെ ആ കവാടത്തിലേക്ക് മഹദി അങ്ങനെ നോക്കി സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. വെപ്രാളൊന്നും കാണുന്നില്ല. അപ്പൊ ഫിർഔൻ ചോദിച്ചു, ഇങ്ങനെ ശരീരത്തിൽ ഇത്ര ആണി മേടിയിട്ടും, ശരീരത്തിൽ തുളച്ച ആണി മേടി തുളച്ചതല്ലേ, ഇങ്ങനെ വേദനിപ്പിച്ചിട്ടും ഈ പെണ്ണ് ചിരിക്കാണല്ലോ, ഈ പെണ്ണിനെ ഇങ്ങനെ വധിച്ചാ പോലെ പാറക്കല്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞു ശരീരത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് മഹദി അള്ളാഹുവിനോട് ചോദിക്കുന്നത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. റബ്ബേ, നിന്റെ വിശ്വാസം ഞാനിങ്ങനെ കാത്തു സൂക്ഷിച്ചു. ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഒരു ചെരുപ്പ് പോലും എനിക്ക് കഴുകണ്ട. എന്റെ കാല് കഴുകാൻ ആളുകളുണ്ട്, എന്നെ കുളിപ്പിക്കാൻ ഇവിടെ തോടിമാരുണ്ട്, എന്റെ മുടി ചീകിത്തരാൻ സുന്ദരികളായ ആളുകളുണ്ട്, എനിക്ക് പാട്ടുപാടി എന്നെ ഉറക്കാൻ താരാട്ട് പാടുന്ന ആളുകളുണ്ട്. എത്ര എത്ര പരിവാരങ്ങളാണ്. എന്നിട്ടും ഈ സർവ്വ സൗകര്യങ്ങൾ കിട്ടിയിട്ടും നിന്നെ കൊണ്ടുള്ള ഈമാൻ ഞാൻ കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്ക് നീ ഒരു ഭവനം നിർമ്മിച്ചു തരണം. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, ഫിർഔനിൽ നിന്നും അവന്റെ ചെയ്തിയിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണം. അപ്പോഴാണ് അല്ലാഹു തആല മഹദിക്കുള്ള സ്വർഗം നേരെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തത്. ആ സ്വർഗം ഇങ്ങനെ സന്തോഷത്തോടെ കാണുക. ആ മഹദിയുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ആ സ്വർഗം ഇങ്ങനെ കണ്ട് സന്തോഷത്തോടെ മഹദി അങ്ങ് വിടവാങ്ങി. എന്നിട്ടും മനുഷ്യൻ തീരാഞ്ഞിട്ട് ഫിർഔൻ ആ കല്ല് ഏറ്റിക്കൊണ്ടുവന്ന് ആ ശരീരത്തിൽ വെച്ച് അതിന്റെ മുകളിൽ കയറിയിരുന്നു. അപ്പോഴേക്ക് അവിടുത്തെ പരിശുദ്ധമായ ആത്മാവ് സ്വർഗത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. ഇവരൊക്കെ ചെയ്ത പണി എന്താണ്? അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ആദ് ഗോത്രക്കാരാകട്ടെ, സമൂദ് ഗോത്രക്കാരാകട്ടെ, ഫിർഔനാകട്ടെ, ഇവരൊക്കെ ചെയ്തത് അള്ളാഹുവിന്റെ നാടുകളിൽ അതിക്രമം ചെയ്തു. അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിച്ചില്ല. അള്ളാഹു തആല അവരെങ്ങനെ ശിക്ഷിച്ചു? ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. ചെറിയ ഫസാദിനൊന്നും അള്ളാഹു ശിക്ഷിച്ചിട്ടില്ല. ഫഅക്സറൂ ഫീഹൽ ഫസാദ്. സഹിക്കാൻ പറ്റൂല ഫസാദ്. ചെറിയ കുഴപ്പങ്ങളൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അള്ളാഹിനോട് തൗബ ചോദിച്ചാൽ അള്ളാഹു തആല വിട്ടുകൊടുത്ത് നന്നാകാമായിരുന്നു. പക്ഷേ അതിലപ്പുറം ഫഅക്സറൂ ഫീഹൽ ഫസാദ്, കുഴപ്പങ്ങൾ അധികരിപ്പിച്ചു. ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അല്ലാഹു തആല അവരെ മേൽ ചൊരിച്ചു കൊടുത്തു സൗത അദാബ്, നിലനിൽക്കുന്ന ശിക്ഷ. എന്നാ സൗത്ത് എന്ന് പറഞ്ഞാൽ സൗത്ത് അറബിയിൽ ചാട്ടവാറ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ചാട്ടവാറുകൊണ്ട് അടി കിട്ടിയെങ്കിൽ പെട്ടെന്ന് വേദന മാറില്ല. ഇത് കൂരിവടിന്റെ അടിയൊന്നുമല്ല. ചാട്ടവാറുകൊണ്ട് അടി കിട്ടിയാൽ കുറേ നേരം വേദന സഹിക്കാണ്ടാകും. ആ പ്രയോഗം ഇവിടെ നടത്താൻ കാരണം എന്നും ശിക്ഷയാണ്. അപ്പം ഒരാൾ ചോദിക്കും, ഉസ്താദെ നിങ്ങൾ ഈ പറഞ്ഞ ഫിറൗനൊന്നും ശിക്ഷയാണ്, മൂപ്പരുള്ളത് ആ കൊട്ടാരത്തിന് നല്ല AC റൂമിലാണ്, ഈജിപ്തിലെ മ്യൂസിയത്തിൽ ആ അങ്ങോട്ട് കിടക്കണമെങ്കിൽ പ്രത്യേക ഒരു 15 രൂപ വേറെ കൊടുക്കണം. ആദ്യത്തെ ടിക്കറ്റിന്റെ പുറമെ പിന്നെയും ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഞങ്ങളെ കൂട്ടുന്ന ഒരാൾ ചോദിച്ചതാണ്, അല്ല എപ്പോഴും ശിക്ഷ എന്ന് പറഞ്ഞിട്ട് സംഗതി AC റൂം ഇവിടെ മാത്രമേ, വേറെ കുറെ ഫറോമാര് കിടക്കുന്നുണ്ട്, അവർക്കൊന്നും AC ഇല്ല, ഗുസിയില്ല, ഇവിടെ മാത്രമേ AC. അത് അല്ലാഹു തആല നമ്മളെ നഗ്നനേത്രങ്ങളെ മറച്ചു വെച്ചതല്ലേ. ഖുർആൻ അത് പറയുന്നുണ്ട്. എല്ലാ ദിവസവും അന്നാറു യുറലൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ. ഒരു ദിവസം ഒഴിവില്ലാതെ 24 മണിക്കൂറും നരകശിക്ഷ വെളിവാക്കി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യത്തിന് നമ്മുടെ നഗ്നനേത്രങ്ങളെയും നമ്മുടെ കർണപുടങ്ങളെയും അല്ലാഹു മറച്ചു വെച്ചു എന്ന് മാത്രം. കാരണം അതൊന്നും ഒരു മിനിറ്റ് കാണുകയാണെങ്കിൽ പിന്നെ ജീവിതം ഉണ്ടാകും. സാധാരണ പള്ളിക്കാട്ടിൽ നിന്നൊരു ശബ്ദം കേട്ടാൽ തന്നെ മരിച്ചു പോകുന്ന ആൾക്കാരാണ്. പിന്നെ ആ ശിക്ഷ കേൾക്കാൻ കഴിയുന്നത് അത് എന്തോ ഒരു കിളി പാറിയതാണ്, അല്ല അവിടെ പേടിക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ എത്തുമ്പോൾ ആൾക്കാർ ഇവിടെ വേറെന്തോ പേടിപ്പിക്കാറുണ്ട്.
പള്ളിക്കാടിനടുത്ത് കുറച്ച് സ്ഥലം വെക്കാണ്ട് പള്ളിക്കാടടുത്താ അല്ല, കുറഞ്ഞ വിലയുള്ളൂ, കുറഞ്ഞ വിലയെടുക്കലും വേണ്ട. എന്താ ഖബറിസ്ഥാനുള്ള ആൾക്കാർ വന്നിട്ട് എന്തോ ചെയ്യും? പക്ഷെ ആളുകൾക്ക് പൊതുവെ ഒരു പേടിയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒന്നും ചെയ്യില്ല. അങ്ങനെ പേടിയുള്ള ആൾക്കാർ പിന്നെ ആ ശബ്ദം കേൾക്കാൻ നിൽക്കുന്നത്, ആ ശിക്ഷ ഖിയാമത്ത് നാളിലെത്തിയിട്ട് ഗൗരവമുള്ള ശിക്ഷയാണ്. അഷദ്ദുല്ലദാ, ഇവിടെ അനുഭവിക്കുന്ന ശിക്ഷയല്ല, കടുത്ത ശിക്ഷയിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് അള്ളാഹു പറയുന്നു. ശിക്ഷ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും. നമുക്ക് കാണുന്ന കാഴ്ചയിൽ അവന്റെ ശരീരം എങ്ങനെ വെച്ചത്, ചുക്കിച്ചുളിഞ്ഞ ശരീരം, ചെറിയ നഖം, ചെറിയ പല്ല്, പല്ലൊന്നും പോയില്ല, പല്ലൊക്കെ ഇപ്പോഴുണ്ട്, നരച്ച മുടിയൊക്കെ പോവും കാണാം. നിങ്ങൾ വിചാരിക്കേണ്ട ഫിറോൻ എന്ന് പറഞ്ഞാൽ സൊഫിന്റെ നീളുണ്ട്, ആകെ ഒരു 4.5 മുഴം നീളമുള്ളൂ ഞങ്ങൾ, ചെറിയ ഒരു. അപ്പൊ അല്ലാഹു തആല എന്താ കാണിക്കുന്നത്? ഈ വിശുദ്ധ ഖുർആനിന്റെ അമാനുഷിക സ്വഭാവം പഠിപ്പിച്ചു തരാനും ഇത് അള്ളാഹുവിന്റെ കിതാബാണെന്ന് ബോധ്യപ്പെടുത്തി തരാനും ഫിർഔനിന്റെ ഈ ശരീരം ഇങ്ങനെ നിലനിർത്തിയതിന്റെ പിന്നിൽ ഒരു ഇലാഹിയായ ഖുദ്റത്തുണ്ട് എന്ന് യുക്തിവാദികളെയും മറ്റും പഠിപ്പിക്കാനാണ്, നരഭോജികൾക്കൊരു ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു ബാക്കി വെച്ചത്. ഫല്യൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയാ. നിന്റെ ശരീരം നമ്മൾ സുരക്ഷിതമാക്കി വെക്കും. എന്തിന്? നിന്റെ പിറകിൽ ഇതുപോലത്തെ കുറെ ആളുകൾ വരും. ഇപ്പോഴും ഇല്ല മനുഷ്യനെ കൊന്ന് സമാധാനം കാണുന്ന ആൾക്കാർ, അവർക്കൊരു ദൃഷ്ടാന്തമായിട്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശേഷമാണല്ലോ ഇങ്ങനെ ശിക്ഷകളൊക്കെ വന്നത്. അപ്പൊ ഖുർആൻ പണ്ഡിതന്മാർ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലം വരെ എന്തായിരുന്നു ലോകത്തെ അവസ്ഥ, അതുമാണല്ലോ അറിയാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ആദം നബി അലൈഹിസ്സലാമിന്റെയും ഇടക്ക് 10 തലമുറ, 10 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ 10 നൂറ്റാണ്ട് മുഴുവനും വിശുദ്ധ ഇസ്ലാമിലായ സ്ഥിതിയിലായിരുന്നു ലോകത്തെ സംവിധാനം. പിന്നെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് അല്ലാഹു തആല കൊടുത്ത ശിക്ഷയ്ക്ക് ശേഷമാണ് ഈ പറഞ്ഞത്. ഭൂമിയിൽ സംഭവിച്ച ഏറ്റവും വലിയ ശിക്ഷ, ആദ്യത്തെ ഏറ്റവും വലിയ ശിക്ഷ വല്ലാത്ത ഒരു പ്രളയമാണ്. ചെറിയ പ്രളയമല്ല, മൊത്തം നശിപ്പിക്കുന്ന, ഉന്മൂലനം വരുത്തുന്ന രീതിയിലുള്ള ഒരു പ്രളയം അത് നടന്നു. നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് ബിനു ലാമക്, പാപ്പാന്റെ പേര് ലാമക്. ആ നൂഹ് നബി അലൈഹിസ്സലാം ജനിക്കുന്നത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി 126 വർഷം കഴിഞ്ഞിട്ട്. കുറെ കാലം ജീവിച്ച മഹാനാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹു തആല നൂഹ് നബിയെ അയക്കാനുള്ള കാരണങ്ങൾ വിശദീകരിച്ചപ്പോ നൂഹ് നബി അലൈഹിസ്സലാം ആദ്യം വന്ന ജനത, മഹാനവറുകൾ കൂടുതൽ പ്രബോധനം ചെയ്ത ജനത ബനൂ റാസിബ് എന്നു പേരുള്ള ഒരു വിഭാഗമായിരുന്നു. നേരത്തെ നല്ല നിലക്ക് ജീവിച്ചു വന്ന ആളുകൾ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ തൊട്ടു മുമ്പ് ആദം നബി അലൈഹിസ്സലാമിന്റെ സന്തതികളിൽപ്പെട്ട നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയും സ്വാധീനവും മാതൃകയും സൃഷ്ടിച്ച നല്ല ആളുകൾ. അവരെ പേരാണ് വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ദുആലുണ്ടല്ലോ, ലാ തദുറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാൻ. അത് പിന്നീട് അവര് നല്ല സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരാണ്. അവരെ പേരിൽ പിന്നീട് പ്രതിമകൾ ഉണ്ടാക്കി ആരാധന തുടങ്ങി. അതിന്റെ കാരണം വിശദീകരിച്ചപ്പോ ആ കൂട്ടത്തിൽപ്പെട്ട വദ്, വലിയ ആള് വദ്ദാണ്. ഈ വദ്ദിന്റെ പേരിലാണ് ഭൂമിയിൽ ആദ്യത്തെ പ്രതിമയുണ്ടായത്. ഭൂമിയിൽ ഏറ്റവും വലിയ പ്രതിമയും ഏറ്റവും ആദ്യത്തെ പ്രതിമയും അല്ലാഹു തആല അല്ലാത്തവനെ ആരാധിച്ചത് വദ്ദിന്റെ പേരിലാണ്. വദ് എന്നുള്ള മനുഷ്യൻ റജുലൻ സ്വാലിഹൻ, നല്ല മനുഷ്യനാണ്. ആ പേരിൽ ഒരാളുണ്ടായിരുന്നു നേരത്തെ. വകാന മുഹബ്ബബൻ ഫീ ഖൗമിഹി, ജനങ്ങളിൽ ഏറ്റവും നല്ല പ്രിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോ ബാക്കിയുള്ള മക്കൾ, നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള മക്കളും ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്. അതൊക്കെ ആദം നബിക്ക് കൂടുതൽ ഗുണം ചെയ്തൊരു മോനാണ് ഈ വദ് എന്നുള്ളത്. സന്താന പരമ്പരയിൽപ്പെട്ടതാണ്. ഇവരൊക്കെ ഓരോ തലമുറകൾക്ക് നേതൃത്വം നൽകിയ ആളുകളാണ്, നല്ല നല്ല മനുഷ്യന്മാര്. മരിച്ചപ്പോ, വദ് മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഖബറിന്റെ ചുറ്റും, ബാബിലോണിലെ ഭൂമിയിലെ ഖബറിന്റെ ചുറ്റും ജനങ്ങൾ തപസ്സിരുന്നു, ദുഃഖം പ്രകടിപ്പിച്ചു, സഹിക്കാൻ കഴിയാത്ത ദുഃഖം. ഇബ്ലീസ് ഇവരെ ദുഃഖം, ഖേദം മനസ്സിലാക്കിയപ്പോ ഒരു മനുഷ്യന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു.
എന്നിട്ട് പറഞ്ഞു, ഇന്നി അറാ ജസാഅക്കും അലാ ഹാദർ റജുൽ, ഈ മരിച്ചുപോയ ആളെ പേരിൽ നിങ്ങൾക്ക് വലിയ സങ്കടം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അവർ പറഞ്ഞു, അതേ സങ്കടമുണ്ട്, എന്നാ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഒരു ചിത്രം ഞാനങ്ങ് വരച്ചു തരുമെന്ന് വെച്ചു. അങ്ങനെയാണ് ഈ ഫോട്ടോ പ്രതിമ ആദ്യം വരുന്നത്. മുപ്പരും ഉണ്ടോന്നാ നല്ല കാര്യം എപ്പോഴും മോട്ടോർക്കാൻ നിൽക്കണ്ട. അപ്പൊ അങ്ങനെ ഒരു ചിത്രം, ഒരു രൂപം ഉണ്ടാക്കി തരട്ടെ എന്ന് വെച്ചു. അപ്പൊ ഒരു അത് നല്ലതാണല്ലോ, ഓർമ്മിക്കാൻ, സ്മരണക്ക്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സഭാഹാളിൽ അത് കൊണ്ടുപോയി വെച്ചു. അപ്പൊ ആളുകളൊക്കെ വന്ന്, ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന ചരിത്രമാണ്, ആളുകളൊക്കെ വന്ന് ഇത് നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തുണ്ടായ സംഭവങ്ങളും മറ്റൊക്കെ ഇങ്ങനെ അനുസ്മരിക്കും. ആളുകൾ അങ്ങനെ ചെയ്യുള്ളൂ. അവരെ സഭാഹാളിൽ വരും, ജനങ്ങളൊക്കെ വരും, അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ അനുസ്മരിക്കും. അപ്പോ ഈ എല്ലാവരും ഈ ഒരു ഫോട്ടോയുടെ പിറകിൽ എല്ലാവരും വന്ന് സഭാഹാളിൽ ഇരിക്കുന്നതും എല്ലാവരും ഇങ്ങനെ പറയുന്നതും എല്ലാവരുടെ കൽബിലും അത് അത്രയും അങ്ങോട്ട് വേര് പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ മനുഷ്യന്റെ രൂപത്തിൽ വന്ന ഇബ്ലീസ് ചോദിച്ചു, ഹല്ലക്കും അൻ അജഅല ഫീ മൻസിലി കുല്ലി വാഹിദിൻ മിൻകും തിംസാലൻ മിസ്ലഹു ലിയകൂന ലഹു ഫീ ബൈതിഹി ഫതദ്കുറൂനഹു. ഇതിപ്പോ ഒരു സഭാഹാളല്ലേ ആയിട്ടുള്ളൂ, നിങ്ങൾ ഓരോരുത്തരും പൊരയിൽ വെക്കാൻ പറ്റിയ ഒരു പ്രതിമ ഞാൻ ഒരു രൂപം ഉണ്ടാക്കി തന്നാൽ. അപ്പൊ എല്ലാവരും പറഞ്ഞു, ശരി തന്നെയല്ലേ, ഇതിപ്പോ എല്ലാവർക്കും ഇങ്ങോട്ട് വരണ്ടേ, മറ്റേ പൊരയിലാണെങ്കിൽ എന്നും പൊരേന്ന് ഓർക്കാലോ ആളുകൾ. ആ കുഴപ്പമില്ല, പിന്നെ പൊരേന്ന് അങ്ങോട്ട് ഒരു റൂമിൽ അങ്ങനെ നിർത്തിയാല് ഓർക്കാൻ നല്ലതല്ലേ. പിന്നെ ചില ആൾക്കാര് പിന്നെ പിൽക്കാലത്ത് ഇപ്പൊ നമ്മളെ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഫോട്ടോ വെച്ച് ഇങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ള സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക്. ഞാൻ ദ്വീപിൽ പോയപ്പോ ഒരു രക്ഷിതാവ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എന്റെ മോനോടൊന്ന് ഉപദേശിച്ചു കൊടുക്കണം. ഞാൻ നിങ്ങളെ മോനെന്തേ പറ്റി? അല്ല, മോനിപ്പോ പിന്നെ നമ്മളും നിസ്കാരം നോമ്പും ഖുർആനോത്തും ബാപ്പിമ്മയും പറഞ്ഞു കേൾക്കുക, അതൊന്നും അല്ലപ്പോ മോന് സദാസമയത്ത് റൂമിൽ ഇങ്ങനെ ഇരുന്ന് എന്തോ ചൊല്ലുന്നുണ്ടതാ ചൊല്ലുന്നത് ഞങ്ങൾക്കറിയില്ല. ആ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ചുമരിൽ ഇങ്ങനെ പിന്നെ പതിച്ചു വെച്ച ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണം നോക്കി. അപ്പൊ ഞാൻ ആ മോനെ കാണാൻ വേണ്ടി ആ റൂമൊക്കെ കയറി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് 4 ഭാഗത്തുണ്ട് നമ്മളെ ക്ലോക്ക് വെച്ചതുപോലെ വലിയ വലിയ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച ചെറുപ്പക്കാരനോട്, വെറുതെ ചോദിച്ചാണ്, എനിക്കറിയാൻ മടങ്ങുന്നില്ല മടങ്ങാണെങ്കിൽ എത്ര ഉസ്താദന്മാർ ഉപദേശിച്ചിട്ടുണ്ട്, ഞാൻ ആ കൂട്ടത്തിൽ ചെന്ന ഒരാളല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല ഇതാരാ? അപ്പൊ ആ ചെറുപ്പക്കാരൻ വലിയൊന്നല്ല, കുറച്ചൊക്കെ ഒരു വിദ്യാഭ്യാസമുള്ള ആളാണ്, ബുദ്ധിയുള്ള ആളാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. അയാൾ പറഞ്ഞു, അത് എന്റെ അബാണ്, അൽ അബുർ റൂഹി എന്ന് പറയും. അൽ അബുർ റൂഹ്, ആത്മീയമായ പിതാവ്. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താ റബ്ബി പറയുന്നത് എന്ന് പറഞ്ഞാൽ അയാളെ ശൈഖാണ്. നേരെ വാപ്പ ഇതാരാന്ന് വെച്ചു. അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെന്റെ ജസദിന്റെ അബാണ്. നോക്കിയപ്പോ അത്രയും പേരൂന്നിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ വെറുതെ വേളറിട്ട സമയം കൂടി കളണ്ടാന്ന് റമളാൻ മാസത്തിലെ ഖുർആൻ ഓതിയത് കിട്ടും. ഞാൻ പിന്നെ അയാള് പറഞ്ഞു, ഇത് നല്ലോണം ആഴത്തിൽ തറച്ചിട്ടുണ്ട്, പെട്ടെന്ന് ചികിത്സ ശരിയാവില്ല, പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റിയ ആൾക്കാരെ നിങ്ങൾ അവിടെ കൊണ്ടേക്കോളൂ. ഞാനൊന്ന് പറഞ്ഞു വെക്കാൻ നേരത്തെ വന്നാണ്, വെറുതെ സമയം കളണ്ടത്. ഞാൻ തിരിച്ചു. ആ റൂം മുഴുവനും ഇതേ രൂപത്തിൽ ചിത്രങ്ങൾ വെച്ച്, ഇതിപ്പോ ഇബ്ലീസ് ഉണ്ടായി കൊടുക്കും മരിച്ചാതാ, മറ്റേത് ഹയാത്തുള്ള ആളാണ്. എന്നിട്ട് നോക്കി ഇങ്ങനെ ഇരുന്നിങ്ങനെ ചെറുപ്പക്കാർ ചുണ്ടോണ്ടെന്നോ ഇങ്ങനെ പറയും. നമ്മളൊക്കെ കേട്ട എങ്ങനെ രൂപങ്ങൾ അങ്ങനെ ഒട്ടിച്ച് പ്രദർശിപ്പിച്ചു വെച്ചാൽ മലക്കൾ കിടക്കൂലാന്നല്ലേ. പിന്നെ ആരെ ഓർക്കാനാണ് അവിടെ, ആരെ സാന്നിധ്യം? ഏറ്റവും ചുരുങ്ങിയതൊരു മൂമിനായ മനുഷ്യന് റഹ്മത്തിന്റെ മലക്കളെങ്കിലും കാവലുണ്ടാവൂലേ? അതന്നെ ചെറിയ ഫോട്ടോ ഒന്നും അല്ല, അതല്ലേ രസം. ഏകദേശം നമ്മൾ ഈ ഒരു ചുമരിന്റെ ആകൃതിയിൽ എത്ര വലിപ്പമുണ്ട്, 4 ഭാഗത്ത് വെച്ച്. അപ്പൊ ഇത് ഇബ്ലീസ് ഇവരെടുത്ത് വന്നിട്ട് സൃഷ്ടിച്ചൊരു പണിയാണ്. ഇബ്ലീസ് വന്നിട്ട് രണ്ടാമത് പറഞ്ഞു, ഓരോരുത്തരും പുരയിലുണ്ടാക്കി വെക്കാൻ ഞാനൊന്ന് തരട്ടെ എന്ന് വെച്ചു. ശരിയെന്നു പറഞ്ഞു. അപ്പോഴൊന്നും ആളുകൾ അള്ളാഹുവിന്റെ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, അവർ ഈ ചിത്രം കാണുന്നുണ്ട്, വദ് എന്ന നേതാവിനെ ഓർക്കുന്നുണ്ട്, മദ്ഹുകളൊക്കെ പറയുന്നുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഈ ഒരു തലമുറ, ഇബ്ലീസിന്റെ രക്ഷ അവിടെ, ഈ തലമുറ അങ്ങ് കഴിഞ്ഞപ്പോ, ഈ തലമുറ കഴിഞ്ഞ അടുത്ത തലമുറ വന്നപ്പോ വീട്ടിലൊക്കെ ഓരോരുത്തരും കൊണ്ടുപോയി വെച്ചു. അടുത്ത ആൾക്കാർ ഇവരെ മക്കൾ വന്നപ്പോ
ആ മക്കൾ ചെയ്യുന്ന വിഷയം കണ്ടപ്പോ ഇബ്ലീസ് പതുക്കെ അവരടുത്തേക്ക് കടന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പോരാ, നിങ്ങളെ ഉപ്പാപ്പന്മാര് ചെയ്യും പോലെ നിങ്ങൾ ചെയ്യണം. നിങ്ങളെ ഉപ്പാപ്പന്മാര് ശരിക്കും ഈ പ്രതിമകൾക്ക് ആരാധന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും വിജയം ഉണ്ടായത്. മാത്രല്ല ഈ പ്രതിമകളെയും മറ്റും ചുമന്നിട്ട് അവർ മഴ ചോദിക്കാൻ വരെ കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. ആരോട്? രണ്ടാം തലമുറയിൽ വന്ന ഈ മക്കളോട്. അപ്പോ അങ്ങനെ മക്കളും മക്കളൊക്കെ ഈ വദ്ദിനെ ഒരാരാധ്യ വസ്തുവാക്കി മാറ്റി. അതേപോലെ തന്നെയാണ് സുവാ, യഊഖ്, നസ്ർ, യഗൂസ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇബ്ലീസ് കടന്നുകൂടിയിട്ട് അവരിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് ലോകത്താദ്യമായി അള്ളാഹു അല്ലാത്തവരെ ആരാധന നടത്താൻ പ്രേരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആളുകൾ അതിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം അവരെ അല്ലാഹു തആല അയക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം വന്ന് അല്ലാഹുവിലേക്ക് അവരെ ക്ഷണിച്ചു, അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ കുറെ കൂടി മുന്നോട്ട് പോയത് കൊണ്ട് പലരും അതിൽ നിന്ന് മടങ്ങാൻ വിസമ്മതിച്ചു. പിന്നെയാണ് നൂഹ് നബി അലൈഹിസ്സലാം ഇവര് മടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്ര, അല്ലാഹുവേ ഒരു വദ്ദിനെയും നീ ഒഴിവാക്കരുത്, സുവാ യഗൂഖ നസ്ര ഒന്നിനെ ഒഴിവാക്കരുത്, നിന്നെ അല്ലാതെ ആരാധിക്കുന്ന ഒരൊറ്റൊന്നിനെയും നീ ഒഴിവാക്കരുത്, എല്ലാത്തിനെയും നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് വലിയ പ്രളയം നൽകിയിട്ട് വിശ്വാസമില്ലാത്തവരെ അല്ലാഹു തആല പരീക്ഷിച്ച് ശിക്ഷിച്ചു കളഞ്ഞത്. അത് കുറച്ചു കാലമൊന്നുമല്ലല്ലോ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പ്രബോധനം ചെയ്തത്. ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. പ്രബോധന ദൗത്യത്തിലായിട്ട് തന്നെ 950 കൊല്ലക്കാലം ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ കയറുന്നതിന്റെ മുമ്പുള്ള ആ കണക്കാണ് പറഞ്ഞ ശേഷം പിന്നെയുണ്ട് അവരോട് പ്രബോധനം നടത്തിയിട്ടുണ്ട്. ഏത് വിഷയത്തില്? അപ്പൊ ഇബ്ലീസ് ഉണ്ടാക്കിയ ആ ഒരു പിന്തിരിപ്പൻ ശൈലി ചെറുതല്ല. അങ്ങനെയാണ് ലോകത്ത് ഇത് തുടങ്ങുന്നത്. അവരോടാണ് നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തുന്നത്. അപ്പൊ ആ നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം ഒരുപാട് തലമുറകളെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. വഖഫാ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറ. റബ്ബ് തആല അവന്റെ അടിമകൾ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് വ്യക്തമായി അറിയുന്നവനും നിരീക്ഷിക്കുന്നവനുമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അപ്പോൾ ഇത് നമുക്കുള്ള വലിയൊരു ഉപദേശമാണ്, ഈ ഉമ്മത്തിനുള്ള വലിയൊരു സന്ദേശമാണ്. ഈ ഉമ്മത്തിലുള്ള ധിക്കാരം പ്രവർത്തിക്കുന്ന വലിയ അനുഗ്രഹം കിട്ടിയ സുഖിയന്മാർ, സുഖലോലുപന്മാർ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ലംഘിച്ച് മുന്നോട്ട് നീങ്ങുന്നത് വർദ്ധിച്ചു വരുമ്പോ പരീക്ഷണങ്ങൾ അധികരിച്ചു വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉൾക്കൊണ്ടിട്ട് ആളുകൾ മടങ്ങാനും മാറാനും തയ്യാറായിട്ടില്ലെങ്കിൽ ഇതിനെ അറുതി വരുത്താൻ ആർക്കും കഴിയില്ല. അതങ്ങനെ ഓരോ സമയത്ത് ചിലപ്പോൾ കുറവുണ്ടാകും, പിന്നീട് രൂപഭാവങ്ങൾ മാറിയിട്ട് അങ്ങനെ കുനുകുനേന പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിന്റെ കാരണം, ആ ഒരു വിഷയത്തിന്റെ കാരണം ഇത്തരത്തിൽ പരിധി വിട്ട് നിയമങ്ങൾ വിട്ട് ആളുകൾ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അവർക്കുള്ള ഈ ശിക്ഷയും ഈ പരീക്ഷണങ്ങളൊക്കെ വരുന്നത് എന്ന് അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഈ ഒരു നിർദ്ദേശം അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ട് ദുനിയാവും ആഖിറവും രണ്ടും ചിന്തിക്കുന്ന ആളുകളെ വേർതിരിച്ച് പഠിപ്പിക്കുന്ന ഭാഗമാണ്. ദുനിയാവിൽ നല്ല നിലക്ക് ജീവിച്ചിട്ട് ആഖിറത്തിലെത്തിയിട്ട് വിജയം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന് പറയുന്ന ആയത്തുകളാണ് ശേഷം വരുന്ന ഭാഗത്തുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തരുന്ന തൗഫീഖ് കൊണ്ട് നമുക്ക് പിന്നെയും അത് വിശദീകരിച്ച് നാളെയും മറ്റന്നാളൊക്കെ പറയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ.